നമസ്തേ, എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ജനൻ ഡിബേറ്റിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അല്ലെങ്കിൽ ഏതാനും മണിക്കൂറുകളായി സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം എന്നൊക്കെ മുഖമുദ്രയാക്കി പതാകയിൽ അച്ചടിച്ച യുവജന പ്രസ്ഥാനവും അവരുടെ ആശയം ഉൾക്കൊണ്ട് സമൂഹ മാധ്യമങ്ങളിലും സമൂഹ ഇടങ്ങളിലുമൊക്കെ വിപ്ലവം എഴുതുന്ന ആളുകളൊക്കെ പറഞ്ഞു വെക്കുന്ന ചില വാക്കുകളുണ്ട്. അവയൊന്ന് പരിശോധിച്ചിട്ട് ജനൻ ഡിബേറ്റിലേക്ക് കടക്കാം. തുടല് പൊട്ടിച്ച നായ, ഏലത്തോട്ടത്തിലിറങ്ങിയ ആന, പുഴുപ്പല്ല് പിടിച്ചവൻ, തെമ്മാടി, അലബലാതി, ഷൂനക്കി, പാൻപരാഗ് തീനി, പേ പിടിച്ച പട്ടി, വാലാട്ടി. ഇത് പറയുന്നത് കേവലം തെരുവുകളിൽ മദ്യപിച്ച് സ്വബോധം നഷ്ടമായ ഒരു മദ്യപാനിയല്ല. അഭ്യസ്ത വിദ്യരെന്ന് സ്വയം അവകാശപ്പെടുന്ന മാധ്യമപ്രവർത്തകരുണ്ട്, ഉന്നത സർക്കാർ ഉദ്യോഗസ്ഥരുണ്ട്. തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ തന്നെ മതേതരത്വം, സോഷ്യലിസം, ജനാധിപത്യം ഒക്കെ പതാകയിലെ മുദ്രാവാക്യമാക്കിയ ഇടത് വിദ്യാർത്ഥി സംഘടനകളൊക്കെ ഉണ്ട്. ഈ വിശേഷിപ്പിക്കുന്ന മറ്റാരുമല്ല, കേരളത്തിൻ്റെ ഗവർണറെയാണ്. കഴിഞ്ഞ കുറേ നാളുകളായി, കഴിഞ്ഞ 5-6 ദിവസങ്ങളായി കേരളം കാണുന്നത് ഗവർണറോട് സർക്കാർ സ്വീകരിക്കുന്ന, സർക്കാരിൻ്റെ ഒത്താശയോടുകൂടി വിദ്യാർത്ഥി സംഘടനയൊക്കെ കാട്ടുന്ന സോഷ്യൽ മീഡിയയുടെ വാക്കുകൾ കടമെടുത്താൽ ഷോയാണ്. എന്നാൽ അതിനെയൊക്കെ തൃണവൽക്കരിച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് തനിക്ക് ഈ സർക്കാരിന് ഒരു സുരക്ഷയും വേണ്ട എന്നാണ് ഗവർണർ പറഞ്ഞത്. അത് അദ്ദേഹം കാണിക്കുകയും ചെയ്തു. എന്നിട്ടും ഗവർണറോട് തീരാത്ത പകയാണ് ഇടത് വിദ്യാർത്ഥി സംഘടനകൾക്ക്. നേരത്തെ പല രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാട്ടിയ പോലെ മറ്റു പലതും ഒളിക്കാനും മറ്റു പലതും മറച്ചുവെക്കാനും ഗവർണർക്കെതിരെയുള്ള പ്രതിഷേധം ഈ സർക്കാരിന് ആവശ്യമാണ്. മാത്രമല്ല, 2 പ്രതിഷേധങ്ങൾ. ഒന്ന്, മുഖ്യമന്ത്രിക്കെതിരെ നടക്കുന്ന പ്രതിഷേധത്തെ നേരിടുന്ന സ്വഭാവവും ഗവർണർക്ക് നേരെ നടത്തുന്ന പ്രതിഷേധമൊക്കെ കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുതന്നെയാണ് ജനൻ ഡിബേറ്റ് ഇന്ന് പരിശോധിക്കുന്നത്. നമ്മോടൊപ്പം അതിഥിയായി രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ടി ജി മോഹൻദാസ്, ഒപ്പം യുവമോർച്ച നേതാവ് കെ ഗണേഷ് കുമാർ, ഇടത് നിരീക്ഷകൻ ജയചന്ദ്രൻ മാഷ്, ഒപ്പം സമാധാനം ശ്രീത് പണിക്കർ, ഒപ്പം കോൺഗ്രസ് നേതാവ് വസന്ത് തെങ്ങുവിട് എന്നിവരെ പ്രതീക്ഷിക്കുന്നുണ്ട്. ആദ്യം ഇപ്പോൾ യുവമോർച്ച നേതാവ് കെ ഗണേഷ് കുമാറുണ്ട്. ഗണേഷ്, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി യുവജന പ്രസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് SFI, DYFI ഒക്കെ തെരുവിൽ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ ഒക്കെ കണ്ടതാണ്. പ്രതിഷേധമെന്നാണ് അവർ പറയുന്നത്. സമാനതകളില്ലാത്ത തരത്തിൽ സംഘർഷത്തിലേക്ക് കാര്യങ്ങളെ വലിച്ചിടുന്ന തരത്തിലേക്കൊക്കെയാണ് പ്രതിഷേധം മുന്നോട്ട് പോകുന്നത്. കേരളത്തിലെ യുവജന പ്രസ്ഥാനങ്ങൾ, ഞാൻ തുടക്കത്തിൽ ആമുഖത്തിൽ പറഞ്ഞതുപോലെ ഗവർണറെ വിശേഷിപ്പിക്കുന്നത് തെരുവിൽ സ്വബോധമില്ലാത്തൊരു മദ്യപാനി എങ്ങനെയാണോ പെരുമാറുന്നത് അതേ തരത്തിലാണ് കലാലയങ്ങളിലെ ചുവരുകളിൽ ചുവരെഴുത്ത് പ്രത്യക്ഷപ്പെടുന്നത്. അതേ രീതിയിലാണ് മുതിർന്ന മാധ്യമപ്രവർത്തകർ പോലും പല വിശേഷണങ്ങളും ഗവർണറെ വിശേഷിപ്പിക്കുന്നത്. എങ്ങനെ പ്രതികരിക്കുന്നു ഇതിനോട്? എന്തായാലും ഗവർണർ എങ്ങനെയായിരിക്കണം, ഒരു കേരളത്തിലെ ഗവർണർ എങ്ങനെയായിരിക്കണം എന്ന് ഇന്ന് കാണിച്ചു കൊടുത്തു. കേരളത്തിലെ ഒരു ഗവർണറും ചാൻസലറും കൂടിയായിട്ടുള്ള, സർവകലാശാലകളുടെ ചാൻസലറും കൂടിയായിട്ടുള്ള ആരിഫ് മുഹമ്മദ് ഖാനെ അതിരൂക്ഷമായിട്ട് എന്തൊക്കെ തരത്തിൽ കാല് കുത്തിക്കില്ല, കൈ കുത്തിക്കില്ല എന്നൊക്കെ പറഞ്ഞ് അതിരൂക്ഷമായി വിമർശിച്ച ഒരു വിദ്യാർത്ഥി സംഘടന രംഗത്ത് വരികയും അദ്ദേഹം ആ വിദ്യാർത്ഥി സംഘടനയെ എന്താ പറയുക, അവരുടെ മടയിൽ ചെന്ന് അടിക്കുന്നതിന് തുല്യമായിട്ടായിരുന്നു ഇന്ന് SFIക്ക് വലിയ സ്വാധീനവും വലിയ ആധിപത്യവും ഉള്ള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസിൽ അദ്ദേഹം ചെന്നത്. അദ്ദേഹത്തിന് ഒരു മടി ഉണ്ടായിരുന്നില്ല. അദ്ദേഹം പറഞ്ഞു, ഈ പോലീസ് ബന്ദോബസ്തിനെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ ഇന്ന് രാവിലത്തെ സംഭവം തന്നെ, ഇന്ന് രാവിലെ TV ചാനലുകളിലൊക്കെ മിഠായി തെരുവിലേക്ക് ഗവർണർ വരുന്നു എന്ന് പറഞ്ഞ സമയത്ത് ഞാനും TV യിൽ കണ്ടിട്ടാണ് ഞാനും ഈ മിഠായി തെരുവിലേക്ക് പോകുന്നത്. മിഠായി തെരുവിലേക്ക് പോകുന്ന സമയത്ത് എൻ്റെ മനസ്സിലൊരു ഭയം ഉണ്ടായിരുന്നു, ഇനി ആരെങ്കിലും പ്രതിഷേധിക്കുമോ? കാരണം മിഠായി തെരുവ് പോലെ വലിയ ജനസാന്ദ്രതയുള്ള വലിയ ആൾക്കൂട്ടം വരുന്ന ഒരു സുരക്ഷ ഇതും പാലിക്കാൻ പറ്റാത്തൊരു സ്ഥലത്ത്, കാരണം അത്തരത്തിലുള്ള എല്ലാ വിഭാഗം ജനങ്ങളും വരുന്ന ഒരു സ്ഥലമാണ് മിഠായി തെരുവ്. അങ്ങനെ ഒരു സ്ഥലത്തൊക്കെ വന്നാൽ എന്തായിരിക്കും, ബുദ്ധിമുട്ട് നേരിടുമോ എന്ന് എൻ്റെ മനസ്സിൽ പോലും അങ്ങോട്ട് പോകുന്ന സമയത്ത് ആശങ്ക ഉണ്ടായിരുന്നു. ഏകദേശം മിഠായി തെരുവിൻ്റെ പകുതി എത്തുന്ന സമയത്താണ് ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഈ സ്ഥലത്തേക്ക് ചെല്ലുന്നത്. ആ സമയത്ത് ഞാൻ കാണുന്നത് അവിടുത്തെ സ്വീകാര്യത, ജനങ്ങളുടെ ഇടയിൽ അദ്ദേഹത്തിന് കിട്ടുന്ന സ്വീകാര്യത, ജനങ്ങൾ കൈയടിച്ച് മുദ്രാവാക്യം വിളിച്ച് അദ്ദേഹത്തെ സ്വീകരിക്കുന്നു. മധുരം കൊടുത്തു, മിഠായി തെരുവിലെ ഹലുവയൊക്കെ വലിയ എന്താ പറയുക ജനപ്രിയമായിട്ടുള്ള കാര്യങ്ങളാണ്. ആ ഹലുവ കൊടുത്തിട്ട്, മധുരം കൊടുത്തിട്ട്, എന്താ പറയുക കാരക്ക പോലുള്ള അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഇങ്ങനെയുള്ള ഓരോന്നും കൊടുത്ത് കടകളിലേക്ക് ആളുകളെ വിളിച്ച് കയറ്റുകയാണ് ഗവർണറെ വളരെ സ്വീകാര്യതയോടെ. മുസ്ലിം പെൺകുട്ടികൾ, മുസ്ലിം ഉമ്മമാരും ഒക്കെ വന്നിട്ട് അദ്ദേഹത്തിന്റെ കൂടെ സെൽഫി എടുക്കാൻ മത്സരിക്കുകയാണ്. എന്തൊക്കെ തരത്തിലാ! മറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ യാത്ര നടത്തുന്നുണ്ട്. എന്താണ് ആ യാത്രയുടെ അവസ്ഥ? ആ യാത്ര എങ്ങനെയാ മുന്നോട്ട് പോകുന്നത്? ആ യാത്രയ്ക്ക് ആളെ കൂട്ടുന്നത് എങ്ങനെയാ? ഇവിടെ ഒരു ഗവർണർ കാണിച്ചു കൊടുത്തു. ഞാൻ ചെല്ലുന്ന സമയത്ത് ഞാൻ കുറച്ച് നമ്മുടെ യുവമോർച്ച പ്രവർത്തകരൊക്കെ വിളിച്ചു, ഇങ്ങനെ ഗവർണർ മിഠായി തെരുവിലേക്ക് വരുന്നുണ്ട്, എല്ലാവരും വരണം എന്നൊക്കെ പറഞ്ഞു. അവിടെ എത്തുന്ന സമയത്ത് ജനസാഗരമാണ്. ഒരാൾ
ഒരാളെ പോലും വിളിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തൊഴിലുറപ്പിന് പോകുന്ന സ്ത്രീയെ വിളിച്ച് നിങ്ങൾ ഭീഷണിപ്പെടുത്തിയിട്ടല്ല ഇന്ന് ഗവർണറെ കാണാൻ ആയിരക്കണക്കിന് സെക്കൻഡുകൾ കൊണ്ട് അല്ലെങ്കിൽ മണിക്കൂറുകൾ കൊണ്ട് അവിടേക്ക് ആൾക്കൂട്ടം എത്തിയത്. എന്നാൽ നമ്മുടെ മുഖ്യമന്ത്രിയെ കാണാൻ എന്താ സ്ഥിതി? മുഖ്യമന്ത്രിയെ കാണാൻ ഇവിടെ തൊഴിലുറപ്പിന് പോകുന്ന ആളുകളെ ചീത്ത വിളിച്ച് ഭീഷണിപ്പെടുത്തി അവരെ എന്തൊക്കെ എന്നിട്ട് ഒഴിഞ്ഞ കസേരകളാണ് ഗണേശേ പല പരിപാടികളിലും. അതിനൊക്കെ ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് ഇത് ചില മാധ്യമങ്ങളുടെ അജണ്ടയാണ് ഈ ഒഴിഞ്ഞ കസേര കാണിക്കുന്നത്, അത് നിങ്ങൾ കരുതി കൂട്ടി പ്രവർത്തിക്കുകയാണെന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. നിങ്ങൾ ആലോചിച്ചു, ഒരു ഗവർണർ ജനങ്ങൾ തെരുവിൽ തടയും, ഇത് കേരളമാണ് എന്നൊക്കെയാ ഇന്നലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ രാത്രി ഇരുട്ടിന്റെ മറവിൽ വന്നിട്ട് അവർ ബാനർ കെട്ടിയപ്പോൾ അതിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഇത് കേരളം തന്നെയാണ് എന്ന് അദ്ദേഹം കാണിച്ചു കൊടുത്തു. ഗവർണർ തെരുവിലൂടെ നടന്നു. ഒരാള് എന്താ പറയുക, പോലീസോ എന്താ ആർക്ക് വേണമെങ്കിലും അവിടെ മുദ്രാവാക്യം വിളിക്കാമായിരുന്നു. കാരണം എല്ലാ വിഭാഗം ആൾക്കാരും വരുന്ന ഒരു സ്ഥലം തന്നെയായിരുന്നു. പക്ഷെ ഒരാൾ മുദ്രാവാക്യം വിളിച്ചില്ല. നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് പോവാൻ സാധിക്കുമോ? ഒരു കണ്ടാമൃഗം ഈ എന്താ പറയാ ഒരു ചില്ലുംകൂട്ട് ബസ്സിൽ പോകുന്നത് പോലെ പോവുകയല്ലേ. ആരെങ്കിലും കാണാൻ വന്നാൽ അവൻ ഇടിച്ചു തെറിപ്പിക്കുക. ആകെ കാണാൻ വരുന്നത് കരിങ്കൊടി കാണിക്കാനും പ്രതിഷേധിക്കാനും വരുന്ന ആളുകൾ മാത്രമേ ഉള്ളൂ. അവരെ ഇടിച്ച് തെറിപ്പിക്കുകയാണ്. അങ്ങനെ ഒരു കണ്ടാമൃഗം കൂട്ടിലിട്ട ബസ്സിൽ യാത്ര ചെയ്യുന്ന നവകേരള യാത്രയാണ് കേരളത്തിൽ നടക്കുന്നത്. അങ്ങനെയല്ല ഗവർണർ കാണിച്ചു കൊടുത്തത്. അതിന് ബദലായി മുഖ്യമന്ത്രി കാണിച്ചതിന് ബദലായിട്ട് എന്താണ് ജനങ്ങളുടെ സേവനം, ജനങ്ങളോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്ന് ഒരു ഭരണാധികാരി, ഒരു ഭരണഘടനാ പദവിയിൽ ഇരിക്കുന്ന ഒരു വ്യക്തി ഇന്ന് കാണിച്ചു കൊടുത്തു. കാരണം ഒരു സർക്കാർ സ്പോൺസേഡ് സമരം, ഒരു SFIയെ മുന്നിൽ നിർത്തി പിണറായി വിജയൻ നടത്തുന്ന ഒരു സമരം കേരളത്തിൽ നടക്കുമ്പോൾ തെരുവിൽ തടയും, കോളേജിൽ കാലുകുത്തിക്കില്ല എന്നൊക്കെ പറയുന്ന വലിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയ, ബാനറുകൾ ഉയർത്തിയ സ്ഥലത്താണ് ഒരു മടിയും കൂടാതെ ഇന്ന് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ നടന്ന പരിപാടിക്ക് ഞാൻ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ കിലോമീറ്ററുകൾക്കപ്പുറത്ത് പോയിട്ട് സമരം ചെയ്യുക SFIക്കാരെല്ലാവരും കൂടി ചേർന്നിട്ട്. ആ പ്രദേശത്തേക്ക് ആരും വന്നിട്ടില്ല. എവിടെയായിരുന്നു SFI കാലുകുത്തി? ഇന്നലെ ഗവർണർ വരുന്നതിന് മുന്നേ കാലുകുത്തിക്കില്ല എന്ന് പറഞ്ഞ ആൾക്കാർ പിന്നെ എഴുതിയ മുദ്രാവാക്യം അതല്ല. പിന്നെ അവർ വിളിക്കുന്ന മുദ്രാവാക്യം ഗവർണർ ഗോ ബാക്ക് എന്ന് പറയുന്ന മുദ്രാവാക്യം വിളിക്കേണ്ട ഗതികെട്ട പ്രസ്ഥാനമായിട്ട് SFI മാറിയിരിക്കുകയാണ്. ഇത് തെറ്റൊന്നും പറയാൻ പറ്റില്ല. എല്ലാ സ്ഥലത്തും ഇത് പശ്ചിമ ബംഗാളിലാണെങ്കിലും ത്രിപുരയിലൊക്കെ ആണെങ്കിലും ഇതുതന്നെയാണ് സംഭവിച്ചത്. അവിടുത്തെ ഭരണാധികാരികൾ ജനങ്ങളെ തല്ലിക്കൊന്നും, നമ്മൾ തന്നെ പല ബുക്കുകളിലും വായിച്ചു, അവിടെയൊക്കെ പഞ്ചസാര ഇട്ടിട്ട് കൊന്ന്, പഞ്ചസാര ഇട്ട് കുഴിച്ചു മൂടിയതിനെ കുറിച്ച്. അത്തരത്തിലുള്ള സമീപനമാണ്. ഇവിടെ ആർക്കും ഇത് ചോദിക്കാൻ പറ്റുമോ? ഇവിടെ കണ്ടാമൃഗം പോലെ ഇരിക്കുകയല്ലേ കേരളത്തിന്റെ മുഖ്യമന്ത്രി. ആരെങ്കിലും ചോദിക്കാൻ പറ്റുമോ? എന്തെങ്കിലും ചോദിച്ചാൽ ആരാണ് കൂടെ വരുന്ന ഗൺമാൻ എന്ന് പേര് പറയുന്ന ആളുകൾ, ഗുണ്ടകൾ ആക്രമിക്കുകയാണ്. എന്നാൽ ഗവർണർക്കെതിരെ സമരം ചെയ്യാൻ വന്ന ആളുകളെ എങ്ങനെയാണ് കേരളത്തിന്റെ പോലീസ് ട്രീറ്റ് ചെയ്തത് നമ്മൾ കണ്ടു. അവരെ വാവേ മുത്തേ. അതാണ് ഗണേശന്റെ പ്രധാന പോയിന്റ്. ഇന്നലെ ചില പത്രമാധ്യമങ്ങളിൽ വായിച്ച ചില വാർത്തകൾ കൂടിയുണ്ട്. ഈ ആർഷോ കൊലപാതക ശ്രമക്കേസിലെ പ്രതിയാണ്, ജാമ്യം നിഷേധിച്ച പ്രതിയാണ്, പോലീസിനെ അവകാശപ്പെടുന്നത് പിടികിട്ടാ പുള്ളിയാണെന്നാണ്. നിരവധി കേസുകളിൽ വാറണ്ട് പ്രതിയാണ്. ഇന്നലെ ഒരു മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു CI റാങ്കിലുള്ള ഉദ്യോഗസ്ഥരാണ്, സർക്കിൾ ഇൻസ്പെക്ടറാണ്. അദ്ദേഹം വിളിക്കുന്നത് കേട്ടാൽ വളരെ 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 ലാളനയോടുകൂടി വിളിച്ചു ചേർത്ത് എൻ്റെ കൂടെ വരൂ, ഞാനല്ലേ വിളിക്കുന്നത്, എൻ്റെ കൂടെ വരൂ എന്ന് വിളിച്ചു ചേർത്ത് കൊണ്ടുപോവുകയാണ്. ഒരു ഭാഗത്ത് ഗവർണർ തന്നെ ചോദിക്കുന്നുണ്ട്, മുഖ്യമന്ത്രിയാണ് ഇവിടെ താമസിച്ചിരുന്നെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലായിരുന്നു പെരുമാറ്റം ഉണ്ടാകുക എന്നത്. ഇതൊക്കെ ചേർത്ത് വെക്കുമ്പോൾ SFI മാത്രമല്ല, DYFI മാത്രമല്ല, പോലീസ് സംവിധാനങ്ങളെ പോലും തങ്ങളുടെ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുന്നത് CPMന്റെ കാര്യത്തിൽ പുതിയ കാര്യങ്ങളൊന്നുമല്ല. എന്നാൽ അതിനൊക്കെ പൊളിച്ചടുക്കിക്കൊണ്ടാണ് ഇന്ന് ഗവർണർ നടത്തിയ പരാമർശങ്ങളും ഗവർണറുടെ യാത്രയും. അല്ല, തീർച്ചയായും ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ SFIക്കും പിണറായി വിജയനും ഒക്കെ ഇത്ര ഹാലിളകാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് തന്നെ അവരുടെ ആധിപത്യമുള്ള സ്ഥലത്ത് അവർക്ക് പിൻവാതിൽ വഴി, സ്വജനപക്ഷപാതം വഴി ആളുകളെ തിരികെ കയറ്റുന്ന പ്രധാനപ്പെട്ട സെന്ററാണ് ഈ യൂണിവേഴ്സിറ്റികൾ എന്ന് പറയുന്നത്. അവരുടെ SFI നേതാക്കന്മാർക്ക്, SFIക്കാർക്ക് കൊടി പിടിക്കുന്ന ആളുകൾക്ക് അവർക്ക് PhDയും ഡിഗ്രിയും അല്ലെങ്കിൽ ബിരുദാനന്തര ബിരുദവും ഒക്കെ കൊടുക്കുന്ന ഒരു സ്ഥലമാണ്. അവർ നിശ്ചയിക്കുന്ന AKG സെന്ററിൽ നിന്ന് കത്ത് കൊടുത്താൽ നിശ്ചയിക്കുന്ന ആളുകൾക്ക് പഠിക്കുവാനും അവർക്ക് പിൻവാതിൽ വഴി ജോലി നേടുവാനുമുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. ആ ഒരു കാര്യത്തെ ചോദ്യം ചെയ്യുകയാണ്. ചരിത്രത്തിൽ ആദ്യമായിട്ടൊരു ഗവർണർ വന്നിട്ട് ചോദ്യം ചെയ്യുകയാണ്. അത് വെറും ഗവർണർ മാത്രമല്ല, അദ്ദേഹം യൂണിവേഴ്സിറ്റികളുടെ ചാൻസലർ കൂടിയാണ്. അദ്ദേഹം ഒരു ചോദ്യം ചെയ്യുകയാണ്. ആ ചോദ്യം ചെയ്യുന്നതിനെ അവർ ഭയക്കുന്നുണ്ട്. ആ ഭയപ്പാടാണ് SFI സംഘടന ഹാലിളകി പുറത്തേക്ക് ഇറങ്ങാൻ കാരണം. SFIക്കാരനറിയാം അവരെടുത്ത ബിരുദം. ഇപ്പോൾ നമുക്കറിയാം SFIക്ക് കൊടി പിടിച്ച ആളുകൾ എങ്ങനെയാണ് പോലീസ് സേനയിൽ കയറിയത് നമ്മൾ കണ്ടു. PSC വഴി എങ്ങനെയാണ് പോലീസ് സേനയിൽ കയറുന്നത് നമ്മൾ കണ്ടു. അതേപോലെ അവർക്ക് എങ്ങനെയാണ് മാർക്ക് ദാനം കൊടുക്കുന്നത്
വന്നത്, അവർക്ക് എങ്ങനെയാണ് PhD കിട്ടുന്നത്? കേരളത്തിലെ SFIക്ക് കൊടിപിടിച്ച ആളുകളുടെ PhD മാത്രം പരിശോധിച്ചാൽ മതി. അവര് വാഴക്കുലയാണോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും കൊലയാണോ എന്ന് പോലും അറിയാത്ത തരത്തിലുള്ള PhDകൾ എടുക്കുന്ന ആളുകളുടെ സെന്ററാണ് ഈ യൂണിവേഴ്സിറ്റി. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെന്ററാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. അവിടെയാണ് പോയി ചോദ്യം ചെയ്യുന്നത്. വലിയ തരത്തിൽ SFIക്ക് ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള ആളുകൾ അവിടെ വളർന്നു വരുന്നുണ്ട്. അവർക്ക് വലിയ ആത്മവിശ്വാസം എന്താ പറയുക ഉദ്യോഗസ്ഥന്മാരുടെ. ഇന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ VC പോലും ആ പരിപാടിയിൽ പങ്കെടുത്തില്ല. ഒരു ചാൻസലർ പങ്കെടുക്കുന്ന സമയത്ത് അവിടെ VC പങ്കെടുക്കേണ്ടതാണ്. ഇപ്പൊ രാഷ്ട്രീയപരമായിട്ട് അവരെ എന്താ പറയാ ഒരു ഇതായിട്ട് കരുതുകയാണ്. അതിനെ ചോദ്യം ചെയ്തത് കൊണ്ടാണ് ഇത്രയേറെ SFIക്കും പിണറായി വിജയനും CPM-നും ഹാലിളകിയിരിക്കുന്നത്. താങ്കളിലേക്ക് മടങ്ങിയെത്താം. TG മോഹൻദാസ് കൂടി ചേരുന്നുണ്ട്. ശ്രീ അഡ്വക്കേറ്റ് TG മോഹൻദാസ്, ഇതാദ്യമായല്ല, നേരെ തുടക്കത്തിൽ ആമുഖത്തിൽ സൂചിപ്പിച്ചു, ഇതാദ്യമായല്ല ഈ സർവകലാശാലകൾ CPM ഇടത് കേന്ദ്രങ്ങളൊക്കെ അവരുടെ കുത്തകയാക്കി വെക്കുക, അല്ലെങ്കിൽ അവരുടെ ഇഷ്ടക്കാരെ തിരികെ കയറ്റുക, അവർക്ക് വേണ്ടപ്പെട്ട രീതിയിൽ വിദ്യാഭ്യാസ മേഖല, പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കൊണ്ടുപോകുക, അവരുടെ പിൻവാതിൽ നിയമനം നടത്തുക, ഇതിനൊക്കെ ഒരു കേന്ദ്രമാക്കി സർവകലാശാലകളെ മാറ്റിയത് ആദ്യമായല്ല. മാത്രമല്ല മനസ്സിലാക്കുന്നത് രണ്ടാം നയനാർ സർക്കാർ കാലം മുതൽ ഇത്തരം പ്രവർത്തനങ്ങൾ യഥേഷ്ടം കേരളത്തിൽ നടന്നിരുന്നു. അതിനെ ചോദ്യം ചെയ്ത ഗവർണർമാരെയൊക്കെ രാഷ്ട്രപതിക്ക് വരെ പരാതി കൊടുക്കുന്ന സാഹചര്യത്തിലേക്ക് കേരള സർക്കാർ പോയിട്ടുണ്ട്. ഭാരതത്തിൽ ആദ്യമായി ഗവർണർക്കെതിരെ പ്രമേയം പാസ്സാക്കുന്നത് പോലും കേരള നിയമസഭയിലാണ്. അതൊക്കെ ഉണ്ടായ വിഷയങ്ങൾ ഈ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പാർട്ടി നടത്തുന്ന CPM നടത്തുന്ന ഇടപെടലുകളെ ചോദ്യം ചെയ്ത ഗവർണർമാർക്കെതിരെ നിരന്തരമായി ഇത്തരം സംഘർഷങ്ങളിലേക്ക് CPM പോകുന്നുണ്ട്. സർവകലാശാലകളെ CPM-ന്റെ കുത്തകയാക്കി വെക്കുക, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടക്കാരെ മാത്രം തിരികെ കയറ്റി, ഇതിങ്ങനെ ഒരു തുടർക്കഥയായി ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. അതിനെ ആരെതിർക്കുന്നു അവരെ തെരുവിൽ നേരിടും. ആ നയം തന്നെയല്ലേ ഇപ്പോഴും കോഴിക്കോട് നമ്മൾ കണ്ടത്. ആ നയമൊക്കെ അവർക്കുണ്ട്, പക്ഷെ അത് നടപ്പാക്കാൻ ഇപ്പം പറ്റുന്നില്ല. ഗവർണറെ തെരുവിൽ നേരിടുമെന്ന് പറഞ്ഞു. എവിടെ നേരിട്ടു? ഗവർണർ മിഠായി തെരുവിൽ പോയി ഇവർ മാങ്കാവിലെ ഒരു റോഡിൽ കിടന്ന് ബഹളം വെച്ചു. ഗവർണർ യൂണിവേഴ്സിറ്റിയിൽ കാല് കുത്തിക്കില്ല എന്ന് പറഞ്ഞു. ഗവർണർ യൂണിവേഴ്സിറ്റിയിൽ വന്നു, കാല് സാങ്കേതികമായിട്ട് പറഞ്ഞാൽ ചെരുപ്പിട്ടാണ് ചവിട്ടിയത്. കാലങ്ങനെ കുത്തിയിട്ടില്ല, പക്ഷെ ചെരുപ്പിട്ട് നടന്നുപോയി. പിണറായിയുടേതാണെങ്കിലും കോടതി ഇപ്പോഴും അവിടെയല്ലോ, അതുകൊണ്ട് കഴിഞ്ഞ തവണ പ്രതിഷേധിച്ച ആളുകളൊക്കെ ഇപ്പോഴും ജയിലിൽ കിടക്കുന്നേ ഉള്ളൂ. ആ ഒരു പേടി ഉണ്ടാവും. അത് ഈ കോടതി വേറെ ആയതുകൊണ്ടൊന്നുമല്ല, ഇതൊക്കെ ചെയ്യാനുള്ള ധൈര്യം അവർക്ക് നഷ്ടപ്പെട്ടു. ഇന്നിപ്പോൾ ഏതാ ചെറുക്കൻ താടിക്കാരൻ ആർഷോ SFIയുടെ ആ ബഹളക്കാരനുണ്ടല്ലോ, അയാൾ പറഞ്ഞതായിട്ട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത് ഞാൻ കേട്ടത്, ഒരു പ്രകോപനത്തിനും നമ്മുടെ ആൾക്കാർ പോകരുത്, കാരണം ക്യാമ്പസ് നിറയെ RSSകാർ നിൽപ്പുണ്ട്, തുമ്മിയാൽ തെറിക്കും, അതാണ് അവസ്ഥ, അതുകൊണ്ട് അനങ്ങല്ലേ മക്കളെ എന്നാണ് ആർഷോ പറഞ്ഞത് എന്ന് പറഞ്ഞു. കോഴിക്കോട് സർവകലാശാലയിൽ നിറച്ച RSSകാരുണ്ട് എന്ന് ഞാനിപ്പോഴും അറിയുന്നത്. ഉണ്ടാവാൻ 10-15 പേര്. അവരെ പേടിച്ചിട്ട് എന്നിട്ട് ഈ TV ചാനലിൽ ചോദിക്കുന്നു, ഗവർണർ ഇറങ്ങി വരുന്ന വഴിയിലാണോ ഇപ്പോൾ ഇവർ സത്യാഗ്രഹം ഇരിക്കുന്നത്? അല്ല, ഇത് വേറൊരു വഴിയാണ്. യൂണിവേഴ്സിറ്റിയിലേക്ക് കയറി വരാൻ 2-3 വഴികളുണ്ട്. അതിൽ അപ്രധാനമായ ഒരു വഴിയിലിരുന്നിട്ടാണ് ഈ ഷോ. ഗവർണർ കയറി വരാനോ ഇറങ്ങി പോകാനോ ഒരു തടസ്സം ഉണ്ടായില്ല. ഗവർണർ വണ്ടി എടുത്തിട്ട് മിഠായി തെരുവിൽ പോയി, ഒരു തടസ്സവും ഉണ്ടായില്ല. ഇവർ തെരുവിലൊന്നും നിന്നില്ല. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ഈ സ്ഥലം ഇരിക്കുന്നത് മലപ്പുറത്തല്ലേ, അവിടെ നിന്ന് എത്ര ദൂരമുണ്ട് കോഴിക്കോട് സിറ്റിയിലേക്കും പിന്നെ മിഠായി തെരുവിലേക്കും ഒക്കെ. അദ്ദേഹം ബൈപ്പാസ് വഴി നേരെ വന്നിട്ട് ഇവിടെ തൊണ്ടയാട് വന്ന് തിരിഞ്ഞ് മാനാഞ്ചിറ വഴി മിഠായി തെരുവിൽ അവിടെ നമ്മുടെ SK പൊറ്റക്കാടിൻ്റെ പ്രതിമയുടെ അവിടെ ഇറങ്ങിയിട്ടാണ് നടക്കുന്നത്. SM സ്ട്രീറ്റാണല്ലോ ഈ മിഠായി തെരുവ് എന്ന് പറയുന്നത്. അതിലാണ് അദ്ദേഹം നടക്കുന്നത്. ഇവർക്ക് എന്ത് സർക്കസ് വേണേലും കളിക്കാനുള്ള സമയമുണ്ടായിരുന്നു. എന്ത് ചെയ്ത് ഈ PM ആർഷയും ഈ തെമ്മാടിക്കൂട്ടവും ഒക്കെ ഒന്നും ചെയ്തില്ല. വഴിയിലെവിടെ കിടന്ന് ബഹളം വെച്ചു. ഇത് അദ്ദേഹം വരുന്ന വഴിയിൽ പോലുമല്ല. ഇപ്പോൾ യൂത്ത് കോൺഗ്രസ്സുകാർ കാര്യം കൂടി കാണിക്കുന്നുണ്ട്, തല്ലും മേടിക്കുന്നുണ്ട്. പക്ഷേ അവർ പിണറായി വിജയൻ പോകുന്ന റോഡിനരികിലാണ് ഈ കാണിക്കുന്നതും തല്ലും മേടിക്കുന്നതും. ഇതതുപോലും ഇല്ലെന്നേ. ഗവർണറുടെ വഴിയിലെങ്ങും ഇവരെ കാണുന്നില്ല. ഇപ്പോൾ അവർ പറയുന്നത് രാത്രി 10:00 ഗവർണർ തിരുവനന്തപുരത്ത് വരുമ്പോൾ ഞങ്ങൾ കാണിച്ചു തരാം. അതിങ്ങനെ പണ്ട് മുതലേ ഒരു പറച്ചിലുണ്ട്. തൃശ്ശൂർ പൂരത്തിന് കാണാം, വൈക്കത്ത് അഷ്ടമിക്ക് കാണാം, ചേർത്തല പൂരത്തിന് കാണിച്ചു തരാം ഇവിടെ എന്നൊക്കെ പറഞ്ഞ് വീം പഠിക്കാറുണ്ട് ആൾക്കാർ. നിസ്സാരമായ കാര്യമാണ് ഇത്. ഇവർക്കൊന്നും ഒരു ചുക്കും ചെയ്യാൻ സാധ്യതയില്ലെന്നും എനിക്ക് ജനങ്ങളുമായിട്ട് നേരിട്ട് ബന്ധമുണ്ടെന്നും കേരളത്തിലെ ജനങ്ങൾ എന്നെ ഇഷ്ടപ്പെടുന്നെന്നും ഡെമോൺസ്ട്രേറ്റ് ചെയ്തു. ഇതാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്ന് ചെയ്തത്. ഒരുപക്ഷെ
ഇന്നത്തെ ചെയ്തിയിലൂടെ അദ്ദേഹം കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവായിട്ട് മാറിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ മുഖ്യമന്ത്രിയാകുമോ എന്ന് മാത്രം നോക്കിയാൽ മതി. അത്രയധികം ജനപിന്തുണ അദ്ദേഹത്തിനുണ്ട്. അല്ലെങ്കിൽ എനിക്ക് മുമ്പ് സംസാരിച്ച ഗണേശ് പറഞ്ഞതുപോലെ ഒരു മുദ്രാവാക്യം ആരെങ്കിലും ഉയർത്തണമല്ലോ അദ്ദേഹത്തിനെതിരെ ആ മിഠായി തെരുവിൽ. എല്ലാവരും ഉള്ളതാണ്. അത് ഓർഗനൈസ് ക്രൗഡൊന്നും ആയിരുന്നില്ല. അദ്ദേഹം വന്നു കഴിഞ്ഞിട്ട് കൂടിയ ക്രൗഡാണ്. അല്ലെങ്കിൽ തന്നെ മിഠായി തെരുവ് എപ്പോഴും വളരെ തിരക്ക് പിടിച്ച സ്ഥലമാണ്. അവിടെ ഉള്ള ആളുകൾ തന്നെ മതി അവിടെ ഒരു തിരക്കുണ്ടാവാൻ. ഇത് കൂടാതെ പുറത്തുനിന്നും അറിഞ്ഞും കേട്ടും പറഞ്ഞുമൊക്കെ ഒരുപാട് പേര് ഓടി. അതിനെയൊക്കെ മാധ്യമ സിംഹങ്ങൾ വളരെ വളരെ മോശമായ രീതിയിലാണ് ശ്രീ ടി ജി ചിത്രീകരിക്കുന്നത്. അത് പ്രോട്ടോകോൾ ലംഘനമാണ്. അന്ന് മാധ്യമങ്ങൾ അറിഞ്ഞില്ല ഈ പോക്ക് എന്നതൊരു വലിയ മിസ്സിംഗ് ആയിരുന്നു അവർക്ക്. പിന്നീടാണ് അതൊക്കെ അറിഞ്ഞ് അങ്ങോട്ടേക്ക് അദ്ദേഹം പോകുന്നു എന്നൊക്കെ. അതിനൊക്കെ വലിയ രൂക്ഷമായ ഭാഷയിലാണ് വിമർശിക്കുന്നത്. ഒരു ഗവർണർ ഇങ്ങനെയാണോ, മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു, ഒരു ഗവർണർ ഇങ്ങനെയാണോ പെരുമാറേണ്ടത്, ഗവർണർക്ക് പ്രോട്ടോകോളിലെ ചില സംവിധാനങ്ങളൊക്കെ പാലിക്കേണ്ടത് എന്നൊക്കെ മുഖ്യമന്ത്രി തന്നെയാണ് ഈ പ്രചരണങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. മുഖ്യമന്ത്രി പറഞ്ഞതിന് തൊട്ടു പിന്നാലെ ആ വാക്കുകൾ ഏറ്റുപിടിച്ചുകൊണ്ട് കേരളത്തിലെ വലിയ മുതിർന്ന മാധ്യമപ്രവർത്തകരൊക്കെ അത്ര വിമർശനങ്ങൾ ഉന്നയിച്ച് രംഗത്ത് വന്നു തുടങ്ങിയിട്ടുണ്ട്. അല്ല, ഈ മാധ്യമപ്രവർത്തകൻ മുതിർന്നു വന്നത് SFI തന്നെയാണല്ലോ. ഞാൻ ഒരു ചാനലിരുന്നുകൊണ്ട് മറ്റ് ചാനലുകളിലെ അവതാരകന്മാരുടെയും ശിങ്കങ്ങളുടെയും പേര് പറയുന്നത് ശരിയല്ല. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ പേര് പറഞ്ഞേന്. ഈ ബഹളം വയ്ക്കുന്ന മാധ്യമ സിംഹങ്ങളും മുഴുവൻ SFI ASF ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരല്ലേ. മാത്രമല്ല ഇവർ തന്നെ പറയാറുണ്ട്, ഞാൻ SFI ആയിരുന്ന കാലത്ത് ഞാൻ ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് വീരസിംഹം പറയാറുണ്ട്. ഇപ്പോൾ ഒളിയും മറയൊന്നുമില്ല മാധ്യമപ്രവർത്തകർക്ക്. SFI ആയിരുന്ന മാധ്യമപ്രവർത്തകർ, SFI ആയിരുന്നില്ലാത്ത മാധ്യമപ്രവർത്തകർ, ഈ രണ്ടേ ഉള്ളൂ. രണ്ടാമത്തത് വളരെ എണ്ണത്തിൽ വളരെ കുറവാണ് താനും. നിങ്ങളൊക്കെ ജനം TV ആളുകളൊക്കെ വളരെ ന്യൂനപക്ഷമാണ്. ഭൂരിപക്ഷം മറ്റവർക്കാണ്. അവർക്ക് ചങ്കിൽ തറയ്ക്കുന്ന അനുഭവമായി പോയി ഇത്. ഇനിയിപ്പോൾ അവരെന്താ ചെയ്യാൻ പോകുന്നു? ഗവർണർ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്ത് കാണിച്ചു. മുഖ്യമന്ത്രിയെ പോലെയല്ല എനിക്ക് ജനങ്ങളെ ഭയമില്ല എന്നും കാണിച്ചു. അത് പട്ടപ്പകൽ മിഠായി തെരുവ് പോലെ കേരളത്തിലെ ഒരുപക്ഷെ ഏറ്റവും തിരക്ക് പിടിച്ച് എറണാകുളത്ത് ബ്രോഡ്വേ, കോഴിക്കോട് മിഠായി തെരുവ്, തിരുവനന്തപുരത്ത് ചാല, ഇതുപോലെയൊക്കെയുള്ള കമ്പോളങ്ങളാണ് ഏറ്റവും തിരക്ക് പിടിച്ചത്. അവിടെയാണ് അദ്ദേഹം ഇറങ്ങി നടക്കുന്നത്. പോലീസുകാരും അദ്ദേഹം പറയുന്നു പോലീസുകാർ നല്ല പോലീസുകാരാണ്, പക്ഷേ അവരെ ജോലി ചെയ്യാൻ സമ്മതിക്കുന്നില്ല. ഇതാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് സുരക്ഷയും വേണ്ട, ഒന്നും വേണ്ട, എന്നെ ആരും ഒന്നും ചെയ്യില്ല, എന്നെ എന്തെങ്കിലും ചെയ്യാൻ ധൈര്യമുള്ളവരും ഇനി ജനിച്ചു വരണം. ഇത് കൂടാതെ അദ്ദേഹം ഒന്നുകൂടെ പറഞ്ഞു കേട്ടോ, എൻ്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു, ഞാനിപ്പോൾ ഗ്രേസ് പീരീഡിലാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് എനിക്ക് മരണഭയമില്ല. നാഷണൽ ആവറേജ് നമ്മളുടെ മരണത്തിൻ്റെ വയസ്സ്, ആ നാഷണൽ ആവറേജ് കഴിഞ്ഞു എൻ്റെ. അതുകൊണ്ട് ഇനിയിപ്പോൾ ഞാൻ ചത്തുപോകാൻ പോട്ടുള്ളൂ പുല്ല്. അതുകൊണ്ട് എനിക്ക് ഒരാൾക്ക് ജീവഭയമില്ലെങ്കിൽ നിങ്ങൾ അയാളെ എന്ത് ചെയ്യും? മാർക്സിസ്റ്റ് പാർട്ടിയുടെ കാലത്തെയും അപ്പർ ഹാൻഡ് എവിടെയാണ്? കായബലം കൊണ്ടാണ് അവരെല്ലാം നേടിയിട്ടുള്ളത്. അതുകൊണ്ടാണ് സകല സമരങ്ങളും അവർ തെരുവിൽ കൊണ്ടുവരും. ഇപ്പം ഗവർണർ കുറേ RSSകാരെ നിയമിച്ചു, അതാണല്ലോ ഇവരുടെ പ്രശ്നം. ശരി, ആ ലിസ്റ്റ് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടു. ലിസ്റ്റിലെ 4 പേരുടെ പേര് കോടതി സ്റ്റേ ചെയ്തു, ബാക്കിയുള്ളത് പ്രൊസീഡ് ചെയ്തു. കഴിഞ്ഞില്ലേ പ്രശ്നം? പക്ഷേ അവിടെ കഴിയില്ല. കാരണം അവിടെ ഇവർക്ക് ജയിച്ചാലും തോറ്റാലും ഇവർക്ക് സമാധാനമില്ല. ഇവർക്കിത് തെരുവിൽ കൊണ്ടുവരണം. എല്ലാ സമരങ്ങളും നിങ്ങൾ നോക്കിക്കോളൂ, അവർ തെരുവിൽ കൊണ്ടുവരും. എന്നിട്ട് അവരുടെ വിചാരം ജനങ്ങൾ ഞങ്ങളുടെ കൂടെയാണ്. രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ ചൂണ്ടിക്കാട്ടിയ പോലെ കേരളം കടന്നു പോകുന്നത് സമാനതകളില്ലാത്ത വലിയ പ്രതിസന്ധിയിലൂടെയാണ്. ഭരണ പ്രതിസന്ധിയുണ്ട്, സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്, അങ്ങനെ എല്ലാ മേഖലയിലും പ്രതിസന്ധിയാണ്. അത് ചർച്ചയാവാതിരിക്കണമെങ്കിൽ മറ്റു പല വിഷയങ്ങളും മാധ്യമങ്ങൾക്ക് മുൻപിലേക്ക് വരണം, മറ്റു പല കാര്യങ്ങളും ചർച്ചയാണ്, ജനങ്ങൾ അതിന് പിറകെ പോകണം. അപ്പോൾ മാത്രമേ സംസ്ഥാനം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിലേക്ക് വിരൽ ചൂണ്ടാതിരിക്കുകയുള്ളൂ, അത് ചർച്ചയാകാതിരിക്കൂ. അതിനുള്ള ഒരു ഗൂഢാലോചന കൂടി ഈ സമരങ്ങൾക്ക് പിന്നിലുണ്ട് എന്ന് പറഞ്ഞുകൂടെ? ഇല്ല, അങ്ങനൊരു ആംഗിൾ കൂടെ ഉണ്ട്. അങ്ങനെ ഒരു ഗൂഢാലോചന ഉണ്ടോയെന്ന് എനിക്ക് അറിയില്ല. കാരണം ഈ ക്രമസമാധാനം തകർന്ന് കേന്ദ്ര സർക്കാർ 356 വകുപ്പ് പ്രകാരം പിണറായി വിജയനെ പിരിച്ചുവിടണമെന്നും അങ്ങനെ ഒരു രക്തസാക്ഷി പരിവേഷത്തോടെ അടുത്ത തിരഞ്ഞെടുപ്പിലേക്ക് പോയിട്ട് വീണ്ടും ജയിച്ചു വരാമെന്നും ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്ന മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നങ്ങൾ. കേന്ദ്ര സർക്കാർ ഇതിലൊന്നും ഇടപെടാൻ പോകുന്നില്ല. 356 വകുപ്പ് പഴയ ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലമൊന്നുമല്ല, അതിനൊരുപാട് റൈഡേഴ്സ് ഉണ്ട് ഇപ്പോൾ. നമ്പർ 2, ഇതിലും വലിയ തൃശ്ശൂർ പൂരം നടക്കുകയാണ് ചെന്നൈയിൽ. RN രവി എന്ന ഗവർണർക്ക് നേരെ, അദ്ദേഹത്തിന് നേരെ പെട്രോൾ ബോംബ് വരെ എറിഞ്ഞു. അദ്ദേഹം റിപ്പോർട്ട് കൊടുത്തിട്ടൊക്കെ ഉണ്ട്. അതിൽ കേന്ദ്രം അനങ്ങിയിട്ടൊന്നുമില്ല. കാരണം ഈ വെറുതെ ഈ ഉണ്ടയില്ല വഴി കണ്ടിട്ടോ അല്ലെങ്കിൽ 10 പിള്ളേർ തുണി പൊക്കി കാണിച്ചുകൊണ്ടോ ഒന്നും കേന്ദ്രം ഒരു സർക്കാരിനെ പിരിച്ചുവിടുകയൊന്നുമില്ല. ഇവരിപ്പോൾ ചെയ്യുന്നത് എന്താ? ദേ ആർ എൻജോയിങ് ദെയർ ഓൺ സ്ട്രൈക്ക്.
ഇതാണ്. പോലീസ് പിടിച്ചു മാറ്റാൻ വരുമ്പോൾ എല്ലാവരും ആണും പെണ്ണും ഭേദമില്ലാതെ കെട്ടി അങ്ങ് പിടിക്കും. ആഹാ, തെരുവില്ല ഒരു 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 സീൻ. ഈ എന്തൊരു ഷോയാണ്, വൃത്തികെട്ട പരിപാടി. എന്നിട്ട് അവിടെ ഇവിടെയൊക്കെ പിടിക്കുക, ഞെക്കുക, ഇതിനിടയ്ക്ക് പോലീസുകാരെ അറസ്റ്റ് ചെയ്യുക, മോനെ മക്കളെ വാന്ന് പറയുക. അതിനിടയ്ക്ക് ആരോ കരയുന്നത് കണ്ടു, കുപ്പിപ്പാൽ വേണമെന്നോ മറ്റോ പറഞ്ഞിട്ട്. ഇതൊക്കെ ഈ നാടകത്തിനൊക്കെ കേന്ദ്രം 356 വകുപ്പ് ഉപയോഗിക്കണമെന്നാണോ? അല്ല, അവരിതിലും വലിയ പെരുന്നാൾ കണ്ടിട്ടാണ് അവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് അതൊന്നും ആരും സങ്കല്പിക്കേണ്ട. ഈ വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനൊക്കെ വലിയ പ്രയാസമാണ്. കാശിന് കാശ് തന്നെ വേണ്ടേ. കാശില്ലായ്മയെ, ദാരിദ്ര്യത്തെ നിങ്ങൾ എത്ര നേരം ചെണ്ട കൂട്ടി മാറ്റി നിർത്തും? ഇപ്പോൾ എനിക്ക് വിശക്കുന്നു എന്ന് ഞാൻ പറയുന്നു, അപ്പോൾ ആരെങ്കിലും ഗണേശ് എന്തെങ്കിലും ഒരു പാട്ടൊക്കെ പാടുന്നു, ഞാൻ പെട്ടെന്നൊന്ന് ആ പാട്ട് കേൾക്കുന്നു. ഇത് കഴിഞ്ഞ് പിന്നെയും ഗണേശ് പാട്ട് പാടി കഴിഞ്ഞാൽ എൻ്റെ വിശപ്പ് നിൽക്കുമോ? ഞാൻ ബഹളം വയ്ക്കും, ചോറ് തടവും പറഞ്ഞുകൊണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് കാശില്ലായ്മയെ അധിക നേരം ഒന്നും ഇതുപോലത്തെ ബഹളം കൊണ്ട് പിടിച്ചു നിർത്താൻ പറ്റില്ല. ഇവർ ഇപ്പം തന്നെ എക്സ്പോസ്ഡ് ആയി കഴിഞ്ഞു, വല്ലാതെ എക്സ്പോസ്ഡ് ആയി. ഇന്നലെ എത്ര പേരുണ്ടായിരുന്നു നവകേരള യാത്രയ്ക്ക്? 6 മിനിറ്റിൽ പിണറായി വിജയൻ പ്രസംഗം ഒതുക്കി എന്നാണ് ഞാൻ കേട്ടത്. ഈ നവകേരള യാത്രയിൽ എന്താ ചെയ്യുന്നത്? കേന്ദ്രത്തെ കുറെ ചീത്ത പറയുക, കാശ് തന്നില്ല. ഒഴിഞ്ഞുകിടക്കുന്ന മാധ്യമ സൃഷ്ടിയാണെന്നാണ് ശ്രീ ടി ജി മുഖ്യമന്ത്രി തന്നെ പറയുന്നത്. അല്ല, മാധ്യമ സൃഷ്ടി വെച്ച് കസേരയിൽ ഒരുത്തനെ ഇരുത്തി ഫോട്ടോ എടുത്ത് കാണിച്ചു കൊടുക്കാൻ പറ്റും. ഈ ഒഴിഞ്ഞ കസേര ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? ഇരിക്കുന്ന ആളിൻ്റെ മാത്രം കൃത്യമായിട്ട് കട്ട് ചെയ്ത് മാറ്റിയിട്ട് കസേര ഒഴിഞ്ഞതായിട്ട് കാണിക്കാൻ പറ്റുമോ? മാധ്യമ സൃഷ്ടി എന്നൊക്കെ ആർക്കാ പറയാമില്ലാത്ത എല്ലാം മാധ്യമ സൃഷ്ടി എന്ന് പറയാം. ഇപ്പം നമ്മളുടെ ചർച്ച ഇതും ഒരു മാധ്യമ സൃഷ്ടിയല്ലേ? ഇതുപോലത്തെ ഫൂളിഷ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടൊന്നും ഇത് എത്ര കാലം നിങ്ങൾ ഇപ്പം നോക്കുക. ആ മറിയക്കുട്ടി ഉണ്ടല്ലോ, മറിയക്കുട്ടി പറഞ്ഞു, എടാ പിള്ളേരെ, നിങ്ങൾക്ക് ഷഡ്ഡി വാങ്ങാനായിട്ട് കാശ് ഞാൻ തരാമെന്ന് പറഞ്ഞു. എന്തൊരു അടിയാണെന്ന് നോക്കിയേ. ഇവരൊക്കെ ഷഡ്ഡി ഇടാതെ സമരം നടത്തുന്നത്. ഒരു മര്യാദ വേണ്ടേ? പൊതുരംഗത്ത് ഇറങ്ങുമ്പോൾ ആരും ചെയ്യാത്ത പ്രവൃത്തികളൊക്കെ ചെയ്യുന്നു. അങ്ങനെ മറിയക്കുട്ടി എന്നൊരു കിളവിയും ആരിഫ് മുഹമ്മദ് ഖാൻ എന്നൊരു കിളവനും ചേർന്നിട്ട് പിണറായി വിജയനെ റൂട്ടിലിട്ട് പിച്ചി കീറുകയാണ്. എന്തൊരു നാണക്കേടാണ്. നിങ്ങൾ രണ്ടുപേരുടെയും ഡയലോഗുകൾ ശ്രദ്ധിച്ചു നോക്കുക. ആ ഗവർണറുടെ സ്റ്റൈലിൽ, മറിയക്കുട്ടിയുടെ സ്റ്റൈലിൽ. ഗവർണർക്ക് പറയാവുന്ന വിഷയം പറയുന്നു, മറിയക്കുട്ടി പൊതുജനങ്ങളുടെ പ്രതിനിധിയാണ്, അവർക്ക് പറയാവുന്ന വിഷയങ്ങൾ പറയുന്നു. ഇതാണ് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. വയസ്സായ 2 മനുഷ്യർ വേണ്ടി വരുന്നു കേരളത്തിൽ ഇഷ്യൂസ് ടേക്കപ്പ് ചെയ്യണമെങ്കിൽ. ശ്രീ ഗണേശ്, ഇവിടെ ഗവർണർ എടുക്കുന്ന നിലപാടുകൾ, ഗവർണറുടെ പ്രവൃത്തിയൊക്കെ ഒരു ഭാഗത്തേക്ക് വലിച്ചിടുന്നത് BJP ആണ്, അല്ലെങ്കിൽ സംഘപരിവാർ പ്രസ്ഥാനങ്ങളെയാണ്. BJPക്ക് വേണ്ടിയാണ് ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്നത്. കാവ്യവൽക്കരണമൊക്കെ BJPയുടെ അജണ്ടയാണ്, അത് നടപ്പിലാക്കുകയാണ് ഗവർണർ എന്നാണ് വലിയ വിമർശനമായി സമരക്കാരൊക്കെ ഉന്നയിക്കുന്നത്. അവിടെ AVP പ്രവർത്തകരെ തിരികെ കയറ്റാൻ ശ്രമിക്കുന്നു, ക്യാമ്പസിൽ സംഘപരിവാർ അജണ്ടയോടുകൂടി പരിപാടികൾ സംഘടിപ്പിക്കുന്നു. അങ്ങനെ ആരോപണം ഉന്നയിക്കുമ്പോൾ ഒരു ഭാഗത്ത് എപ്പോഴും ഈ സംഘപരിവാർ പ്രസ്ഥാനങ്ങളെ പിടിച്ചു ചേർത്തുകൊണ്ട് ഈ ആരോപണം മുന്നോട്ട് കൊണ്ടുപോകാനാണ് CPM-ഉം DYF-ഉം ഒക്കെ ശ്രമിക്കുന്നത്. അല്ല, അത് അവർ മനഃപൂർവ്വം ഈ വിഷയത്തിൽ നിന്ന് ഒരു ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗങ്ങളെയൊക്കെ ഒന്ന് ഭീഷണിപ്പെടുത്തി കളയാം എന്നാണ് അവർ കരുതുന്നത്. പക്ഷേ നിങ്ങൾ ആലോചിച്ചു, ഒരു ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ് കേരളത്തിലെ ഗവർണർ. എത്ര ഭംഗിയായിട്ടാണ് അദ്ദേഹം കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്, എത്ര ഭംഗിയായിട്ടാണ് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ആളുകൾ ചെല്ലുന്നത്. നേരത്തെ ഞാനും TG ഒക്കെ സൂചിപ്പിച്ച ഒരു കാര്യം, കോഴിക്കോട് മിഠായി തെരുവ് എന്ന് പറഞ്ഞാൽ ഒരു വലിയ സമൂഹത്തിൻ്റെ ഒരു പ്രതിദാനം ചെയ്യുന്ന ഒരു പ്രദേശമാണ്. ഞാൻ പ്രതീക്ഷിച്ചു ആരെങ്കിലും ഒരാൾ, അവിടെ ചുമട്ടു തൊഴിലാളികളായിട്ടുള്ള CIT-കാരുണ്ടെന്ന് അവിടെയൊക്കെ പല സ്ഥലങ്ങളിലും, ഞാൻ വിളിച്ചു അവരെങ്കിലും ഒന്ന് പ്രതിഷേധിക്കും, ആരെങ്കിലും ഒന്ന് അവർ പ്രതിഷേധിക്കും എന്ന് ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷെ അവർ പോലും അദ്ദേഹത്തെ സാർ എന്ന് കൈ കാണിച്ച് വിളിക്കുകയാണ്. കാരണം അവരുടെ ഉള്ളിൽ പോലും ഉണ്ട്. കാരണം മറ്റേ ഭാഗത്ത് കണ്ടാമൃഗമാണ്, കണ്ടാൽ ആക്രമിച്ച് കളയും മനുഷ്യരെ കണ്ടാൽ. അങ്ങനെയുള്ള ആളാണ് അപ്പുറത്തെ ഭാഗത്ത് അവർക്ക് പ്രതീക്ഷിക്കുന്ന മുഖ്യമന്ത്രി, കേരളത്തിന്റെ പിണറായി വിജയൻ. അങ്ങനെ ഒരാളാണ് ഇത്രയും വളരെ സിമ്പിളായിട്ട്, വളരെ കൂളായിട്ട് നടന്നു വരുന്നത്. എന്നിട്ട് ഈ ആളുകളെയാണ് അവർ ഭീഷണിപ്പെടുത്താൻ, സംഘപരിവാർ അജണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതൊരു ഭീഷണിയൊന്നും കേരളത്തിൽ ഇനി വില പോവുകയില്ല. കേരളത്തിലെ ജനങ്ങൾ നേരത്തെ TG സൂചിപ്പിച്ച പോലെ എല്ലാ കാലഘട്ടത്തിലും ഭക്ഷണമില്ലാത്തവന്റെ മുന്നിൽ എല്ലാ കാലത്തും സംഘപരിവാർ എന്ന് പറഞ്ഞിട്ടൊന്നും മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല. ഭക്ഷണം വേണ്ടവർ ഭക്ഷണം തന്നെ കൊടുക്കണം.
കാരണം രാജ്യം വികസിച്ചുകൊണ്ടിരിക്കുന്നത് ആളുകൾ അനുഭവിക്കുന്നുണ്ട്. അത് എല്ലാ മേഖലകളിലും എങ്ങനെയാണ് രാജ്യത്ത് വികസനം നടക്കുന്നതെന്ന് ജനങ്ങൾ, അത് ന്യൂനപക്ഷ വിഭാഗങ്ങളെന്നോ ജാതി മതം, ഇവിടെ ജാതി പറഞ്ഞിട്ട് തന്നെ എന്തൊക്കെ തരത്തിലുള്ള ഇലക്ഷൻ പ്രൊപ്പഗൻഡ ഇവിടെ നടപ്പിലാക്കാൻ ശ്രമിച്ചു, അതിനൊക്കെ ആളുകൾ തള്ളിക്കളഞ്ഞതുകൊണ്ട് വികസനം ജനങ്ങളിലേക്ക് നേരിട്ടെത്തുന്നു. ജനങ്ങളുടെ കൈകളിലേക്ക് നേരിട്ട് സർക്കാർ കൊടുക്കുന്ന പണമായാലും സർക്കാർ കൊടുക്കുന്ന പദ്ധതികളായാലും ജനങ്ങൾക്ക് നേരിട്ട് അനുഭവേദ്യമാകുന്നു എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാരണം. അതുകൊണ്ട് സർവകലാശാലകളിൽ ഗവർണർ എന്ന നിലയിൽ, ചാൻസലർ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ അധികാരമാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. അദ്ദേഹത്തെ പോലൊരാൾക്ക് ആരും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. അവിടെ ആരെയാണ് സെനറ്റിലേക്ക് നിശ്ചയിക്കേണ്ടത്, അവിടെ VC ആയിട്ട് എങ്ങനെയാണ് ആളുകളെ കൊണ്ടുവരുന്നത്. കാരണം ഇവർ ശീലിച്ചൊരു കാര്യമുണ്ട്. AKG സെന്ററിൽ നിന്ന് കൊടുക്കുന്ന കുറിപ്പ് കൊടുത്ത് ആ കുറിപ്പ് അവിടെ പ്രഖ്യാപിക്കുന്ന രീതിയാണ്. അത് സെനറ്റ് ആയിക്കോട്ടെ, സിൻഡിക്കേറ്റ് ആയിക്കോട്ടെ, ഇനി വൈസ് ചാൻസലർ ആയിക്കോട്ടെ എന്നതാണ് അവർ കണ്ടത്. അവർ വിചാരിക്കുന്നത് ഇതുപോലെ തന്നെയാണ്. മാരാർജി ഭവനിൽ നിന്ന് K. സുരേന്ദ്രൻ കൊടുക്കുന്നത് പ്രഖ്യാപിക്കുന്ന ഗവർണറാണ്. അങ്ങനെ ഒരു സിസ്റ്റം BJPക്ക് ഇല്ല. BJPയുടെ സിസ്റ്റമല്ല അത്. BJPയുടെ സിസ്റ്റമല്ല. ഗവർണർ എന്ന നിലയിൽ, ചാൻസലർ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ വിവേചന അധികാരമാണ് ആരെയാണ് നിശ്ചയിക്കുന്നത്. നേരത്തെ കോടതിയിൽ 4 വിദ്യാർത്ഥികളുടെ കാര്യം പറഞ്ഞു. അതൊരു സ്വാഭാവികമായിട്ടുള്ള ഒരു കോടതി നടപടിക്രമം മാത്രമാണ്. കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് ചാൻസലറുടെ അധികാരമാണ് അത് എന്നുള്ള കാര്യം. അതുകൊണ്ട് അതിലൊന്നും ഒരു തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാവില്ല. ഇത്തരത്തിൽ എല്ലാ കാലഘട്ടത്തിലും, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ, എല്ലാ കാലഘട്ടത്തിലും ഇവരുടെ അജണ്ട നടപ്പിലാക്കുന്ന, ഇവരുടെ ഇവരുടെ എന്താ പറയുക, വാഴക്കുലയിലും അല്ലെങ്കിൽ തേങ്ങാക്കുലയിലും ഒക്കെ ഡോക്ടറേറ്റ് കൊടുക്കുന്ന സ്ഥാപനങ്ങളായിട്ട് എല്ലാ കാലഘട്ടത്തിലും ഈ കേരളത്തിലെ ഈ വിദ്യാഭ്യാസ മേഖലയെ കൊണ്ടുപോകാം എന്നാണ് അവർ കരുതിയത്. അതല്ല ഗവർണർ ഉദ്ദേശിക്കുന്നത്. SFIക്കാരന്റെ ബാനർ നമ്മൾ കണ്ടില്ലേ, പഠിപ്പിക്കുന്നതിന്റെ അക്ഷരം പോലും എഴുതാൻ അറിയാത്ത ആളുകളാണ് അവിടെ PGക്കും PhD ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത്തരം ആളുകളെ അല്ല കേരളത്തിന്റെ സമൂഹത്തിലേക്ക് ഈ സർവകലാശാലകളിൽ നിന്ന് ഇറങ്ങി വരേണ്ടത് എന്നത് തന്നെ എന്റെ സന്ദേശമാണ് കേരളത്തിന്റെ ഗവർണർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എന്താ പറയുക, ഉന്നതമായിട്ടുള്ള വിദ്യാഭ്യാസം എല്ലാ കാലഘട്ടത്തിലും എല്ലാ മേഖലയിലേക്കും കേരളത്തിന്റെ സർവകലാശാലകളിൽ നിന്ന് ഉന്നത വിദ്യാഭ്യാസം നേടിയ ആളുകൾ കടന്നു വരണം. അതിനുള്ള സാഹചര്യം കേരളത്തിന്റെ സർവകലാശാലകളിൽ ഒരുക്കുക എന്നതാണ് ഗവർണർ ലക്ഷ്യം വെക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന് എല്ലാവിധ പിന്തുണയും BJPയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. അദ്ദേഹത്തിന് ഇത്തരം യാത്രകൾക്ക് എല്ലാവിധ സപ്പോർട്ടും BJP നൽകും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. PG, എനിക്ക് അറിയേണ്ട 2 കാര്യങ്ങളാണ്. ഒന്ന്, ഗവർണർ മുന്നോട്ട് വെക്കുന്ന ഈ പരാമർശങ്ങൾ, ഗവർണർ സ്വീകരിച്ച നയങ്ങൾ, അതിൻ്റെ നിയമസാധുത, അത് ഒരു ഗവർണർ, മുഖ്യമന്ത്രി പറഞ്ഞ പോലെ തന്നെ ഗവർണർ പാലിക്കാൻ പാടില്ലാത്ത അല്ലെങ്കിൽ ഗവർണർ ചെയ്യാൻ പാടില്ലാത്ത പ്രോട്ടോകോൾ ലംഘനം നടത്തുന്നു. ഒപ്പം ഗവർണർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ, അതിൻ്റെ CPM മുന്നോട്ട് വെക്കുന്ന അതിൻ്റെ ഒരു രാഷ്ട്രീയം, ഈ 2 കാര്യങ്ങളാണ് അത് താങ്കളുടെ മറുപടി വേണ്ടതിന് മുമ്പ് ഒരു ഇടവേള അത്യാവശ്യമാണ്. അതിനുശേഷം താങ്കളുടെ മറുപടിയിലേക്ക് മടങ്ങിയത്. ചർച്ച തുടരുന്നു. നമ്മളൊപ്പം സംവാദകൻ ശ്രീത് പണിക്കർ കൂടി ചേരുന്നുണ്ട്. നേരത്തെ ഇടവേളയ്ക്ക് മുമ്പ് സൂചിപ്പിച്ച പോലെ TG നേരത്തെ ചോദിച്ച 2 ചോദ്യങ്ങൾ, ആ 2 ചോദ്യങ്ങൾക്കാണ് താങ്കളിൽ നിന്ന് ഒരു അഭിഭാഷകൻ കൂടി ആയതുകൊണ്ട് താങ്കളിൽ നിന്നുള്ള മറുപടിയാണ്. ഒന്ന്, മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞത് ഗവർണർ ഈ നടത്തുന്ന പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഗവർണർ നടത്തിയ ഇടപെടലുകൾ, ഗവർണറുടെ പ്രവൃത്തി, ഇറങ്ങി പോയി ജനങ്ങൾക്കിടയിലേക്ക് പോകുന്നതൊക്കെ പ്രോട്ടോകോൾ ലംഘനമാണ്, അതൊന്നും ഒരു ഗവർണർ ചെയ്യാൻ പാടില്ലാത്തതാണ്. മാത്രമല്ല, പ്രതിഷേധക്കാർക്കിടയിലേക്ക് ഒരാൾ പ്രതിഷേധം കണ്ടാൽ അവിടേക്ക് ഇറങ്ങി ചെല്ലുകയാണോ വേണ്ടത് എന്നൊക്കെ ചോദിക്കുന്നു. മുഖ്യമന്ത്രി ഈ പ്രതിഷേധം കാണുന്ന വഴിക്ക് വരാറില്ല. മാത്രമല്ല, പ്രതിഷേധിക്കുന്ന ആളുകളൊക്കെ എങ്ങനെയാണ് നേരിടുന്നതൊക്കെ കഴിഞ്ഞ മണിക്കൂറുകളൊക്കെ നമ്മൾ കണ്ടതാണ്. ഈ കാര്യങ്ങളിലൊക്കെ അതിൻ്റെ ഒരു നിയമസഭ മുഖ്യമന്ത്രി ഈ മാധ്യമങ്ങളോട് പറയുന്നത് ഇതൊക്കെ പ്രോട്ടോകോൾ ലംഘനമാണ്, ഇങ്ങനൊന്നും ഗവർണർ ചെയ്യാൻ പാടില്ല എന്നാണ്. എങ്ങനെ വിലയിരുത്താം അതിനെങ്ങനെ? ഏത് പ്രോട്ടോക്കോളാണ് മുഖ്യമന്ത്രി പറയുന്നത്? എനിക്കറിയില്ല അങ്ങനെ ഒരു പ്രോട്ടോക്കോൾ നിലവിലുണ്ടെന്ന്. ഇപ്പോൾ ഓരോരുത്തരുടെയും റിയാക്ഷൻ ഓരോന്നുപോലെ ഇരിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പഞ്ചാബിൽ ഒരു ഓവർ ബ്രിഡ്ജിൽ വെച്ച് തടഞ്ഞു നിർത്തിയിരുന്നു, ഓർക്കുന്നുണ്ടല്ലോ? പഞ്ചാബ് തെരഞ്ഞെടുപ്പ് സമയത്ത് 20 മിനിറ്റ് നേരം മോദി വെയിറ്റ് ചെയ്തു ഈ പ്രതിഷേധക്കാർ മാറുന്നുണ്ടോ. 20ാമത്തെ മിനിറ്റിൽ അദ്ദേഹം സൈലൻ്റായിട്ട് തിരിച്ചുപോയി. ഇന്ത്യൻ പ്രധാനമന്ത്രിയാണെന്ന് ഓർക്കണം. നാഷണൽ സെക്യൂരിറ്റി ഗാർഡ്സ്, സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ്, അദ്ദേഹത്തിന് ഇല്ലാത്ത സെക്യൂരിറ്റി ഒന്നുമില്ല. ഒരു വെടിവെച്ചില്ല, ആരെയും തല്ലിയില്ല, ഒരു ലാത്തിയില്ല, ചൂരലില്ല, ഒരു ഗൺമാനും പുറത്തിറങ്ങിയില്ല. അദ്ദേഹം തിരിച്ചുപോയി. ഡൽഹിയിലെത്തിയിട്ട് പഞ്ചാബ് മുഖ്യമന്ത്രിക്ക് മെസ്സേജ് കൊടുത്തു, ജീവനോടെ എന്നെ വിട്ടയച്ചതിന് നന്ദി എന്ന് പറഞ്ഞുകൊണ്ട്. ദിസ് ഈസ് വൺ സോർട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ. ആരിഫ് മുഹമ്മദ് ഖാൻ നേരെ തിരിച്ച് ചെയ്തു. 1ാം തവണ അദ്ദേഹത്തിൻ്റെ കാറ് വളഞ്ഞു, അദ്ദേഹം ശരി പോട്ടെ പിള്ളേരില്ല എന്ന് വെച്ചു. 2ാമത്തെ തവണ പോട്ടെ, ഇറ്റ് ഈസ് സെക്കൻഡ് ടൈം. 3ാമത്തെ തവണയാണ് അദ്ദേഹം ഡോർ തുറന്ന് പുറത്തിറങ്ങുന്നത്. ഇത് പണ്ട് ഈ ഗോൾഡ് ഫിംഗർ എന്ന കഥാപാത്രം ജെയിംസ് ബോണ്ടിനോട് പറയുന്നുണ്ട്,
First, it was accidental. Second can happen. Third, Mr. Bond, it is a calculated move. So now we will have the real fight. അങ്ങനെ എന്തോ ഒരു ആ അർത്ഥം വരുന്ന ഡയലോഗ് പറയുന്നു. മൂന്നാമത്തെ തവണ അത് കരുതി കൂട്ടി തന്നെയാണ്, പെട്ടെന്നുണ്ടായ ക്ഷോഭമൊന്നുമല്ല. അദ്ദേഹം ഇറങ്ങിയപ്പോൾ ഇവർ എടുത്തോടി, പേടിച്ചോടി എന്നല്ല അവർ പറയുന്നത് അങ്ങേര് ഇംഗ്ലീഷ് പറയുന്നു ഞങ്ങൾ വിചാരിച്ചില്ല, മറ്റെന്ത് വേണമെങ്കിലും ഞങ്ങൾ താങ്ങാൻ തയ്യാറായിരുന്നു, ഇംഗ്ലീഷ് ഞങ്ങൾക്ക് അറിയാമല്ല, അതുകൊണ്ട് എടുത്തോടിയതാണ്. എന്തുമായിക്കോട്ടെ എടുത്തോടി. ദിസ് ഈസ് വൺ വേ ഓഫ് ഡീലിംഗ് ദ പ്രൊട്ടസ്റ്റേഴ്സ്. അപ്പോൾ നരേന്ദ്രമോദിക്ക് അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റൈല്, ആരിഫ് മുഹമ്മദ് ഖാന് അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റൈൽ. ഇതിൽ പ്രോട്ടോക്കോൾ എന്താ ലംഘിക്കാന്? മിഠായി തെരുവിൽ പോകരുതെന്ന് പറഞ്ഞ് പ്രോട്ടോക്കോൾ ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ടോ? ഇതൊക്കെ എന്ത് മണ്ടത്തിലാണ് ഈ പറയുന്നത് എനിക്കറിയില്ല. ആരിഫ് മുഹമ്മദ് ഖാൻ എസ് കാറ്റഗറി പ്രൊട്ടക്റ്റീവാണ്. അപ്പോൾ അതിൻ്റെ ഏതെങ്കിലും പ്രോട്ടോക്കോൾ ലംഘിക്കുക എന്ന് പറഞ്ഞാൽ അതുപോലും നിങ്ങൾക്ക് ചെയ്യാം. അങ്ങനെയാണ് രാജീവ് ഗാന്ധിക്ക് എസ് കാറ്റഗറി ഉണ്ടായിരുന്നു. അന്ന് ഈ NSG ഇല്ല, എസ് കാറ്റഗറിയാണ്. രാജീവ് ഗാന്ധി പക്ഷേ അവർ പറഞ്ഞത് മൈൻഡ് ചെയ്യാതെ ജനക്കൂട്ടത്തിലേക്ക് അങ്ങ് ഇറങ്ങിപ്പോയി. അതിന്ന് ആ ധനു മനുഷ്യ ബോംബായിരുന്നു, അവർ പൊട്ടിത്തെറിച്ചു, രാജീവ് ഗാന്ധി ദാരുണമായി കൊല്ലപ്പെട്ടു. സോ ഈ പറയുന്ന പോലെ ഇങ്ങനൊരു എഴുതി വയ്ക്കപ്പെട്ട പ്രോട്ടോക്കോൾ അങ്ങനെയൊന്നുമില്ല. സെക്യൂരിറ്റി ചിലപ്പോൾ സെക്യൂരിറ്റി സാധാരണ അഡ്വൈസ് ചെയ്യുന്നത് എന്താ, സാർ പുറത്തിറങ്ങണ്ട ഇതേ പറയുള്ളൂ. കാരണം അവർക്ക് മനസ്സമാധാനമായിട്ട് കഴിയാം. അതുകൊണ്ട് ഗവർണറാണെങ്കിലും പ്രധാനമന്ത്രിയാണെങ്കിലും ഒരു മുറിക്ക് അകത്തിട്ട് പൂട്ടിക്കഴിഞ്ഞാൽ അവർക്ക് സമാധാനമാകും. ഈ പ്രോട്ടോകോൾ ലംഘനം എന്നൊക്കെ പറയുന്നത് വെറുതെ ആകാശത്തെ ആർഗ്യുമെൻ്റാണ്. ലെറ്റ് ഹിം ഷോ സം ഡോക്യുമെൻറ്റ് ഇൻ വിച്ച് ഇറ്റ് ഈസ് റിട്ടൺ ദാറ്റ് ഗവർണർ ഈസ് പ്രൊഹിബിറ്റഡ് ടു എൻറ്റർ SM സ്ട്രീറ്റ് കോഴിക്കോട്. അങ്ങനെയുണ്ടോ? ഇല്ലല്ലോ. രണ്ടാമത് രാഷ്ട്രീയ പ്രശ്നം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഗവർണർ ഇപ്പോഴെല്ലാം മാസം 2-3 ഗവർണർ ഇത് ചോദിക്കുന്നു. ഗവർണർ ഈ ചാൻസലർ സ്ഥാനം വെച്ചൊഴിയുകയാണെന്ന് പറഞ്ഞ് കത്ത് കൊടുത്തു പിണറായി വിജയന്. അദ്ദേഹം അത് പലതവണ പബ്ലിക്കായിട്ട് പറഞ്ഞു, ഞാൻ കത്ത് കൊടുത്തിട്ടുണ്ട്, എനിക്ക് വയ്യ ഈ തലവേദന, നിങ്ങൾ എന്ത് ചെളിയോ കഞ്ഞിയോ എന്താണെന്ന് വെച്ചാൽ വെച്ചോ എന്ന് പറഞ്ഞ് കത്ത് കൊടുത്തു. അന്ന് പിണറായി വിജയൻ അദ്ദേഹത്തിന് മറുപടി കൊടുത്തു, അങ്ങ് തന്നെ വേണം ചാൻസലർ, അയ്യോ അങ്ങയെ പോലെ കഴിവുള്ളൊരു മനുഷ്യൻ ഇങ്ങനെ പറയരുത്, അങ്ങ് തന്നെ ചാൻസലറായിട്ടിരിക്കണം എന്ന് പറഞ്ഞ് മറുപടി കൊടുത്തു. ഇത് കഴിഞ്ഞ് നേരം വെളുത്ത് കഴിഞ്ഞപ്പോൾ അടുത്ത ബില്ല് വരുന്നു. എന്താണ്? ചാൻസലർ സ്ഥാനത്ത് നിന്ന് ഗവർണറെ മാറ്റിക്കൊണ്ട് ബില്ല് വരുന്നു. ഗവർണർ ചോദിക്കുന്നു, മുഖ്യമന്ത്രിയുടെ ആണ് കത്ത്, മുഖ്യമന്ത്രി അടങ്ങുന്ന ക്യാബിനറ്റ് റെക്കമെൻഡ് ചെയ്ത് അയച്ചിരിക്കുന്ന ബില്ല്, ഇതിലേതാണ് ഞാൻ സ്വീകരിക്കേണ്ടത്? ഉദ്യോഗസ്ഥന്മാർ പോയി വിശദീകരിക്കാൻ. ഉദ്യോഗസ്ഥന്മാർക്ക് ഈ ചോദ്യത്തിന് മറുപടിയില്ല. അവർ പറഞ്ഞു, സാർ അത് മുഖ്യമന്ത്രിയുടെ തീരുമാനമാണല്ലോ. അപ്പോൾ ഗവർണർ പറഞ്ഞു, അതെ അദ്ദേഹത്തിൻ്റെ തീരുമാനമാണ്, അദ്ദേഹം വരട്ടെ, എന്നോട് പറയട്ടെ. പരസ്പര വിരുദ്ധമായിട്ട് ഒരു കത്തും ഒരു ബില്ലും എൻ്റെ ഇരിക്കുന്നു, ഞാൻ എന്ത് ചെയ്യണം? അദ്ദേഹം വന്ന് പറയട്ടെ, എനിക്ക് അങ്ങോട്ട് പോയി കാണാൻ പാടില്ല. അതാണ് ഈ പ്രോട്ടോകോൾ. അവിടെ പ്രോട്ടോകോൾ ഉണ്ട്. കാരണം ഗവർണർ ഫസ്റ്റ് സിറ്റിസൺ ആണ്. ഹീ കനോട്ട് ജസ്റ്റ് ഗോ ആൻഡ് വിസിറ്റ് ചീഫ് മിനിസ്റ്റേഴ്സ് ഓഫീസ്. അതുകൊണ്ട് മുഖ്യമന്ത്രി വരട്ടെ എന്ന് പറഞ്ഞു. മുഖ്യമന്ത്രി പോകാൻ തയ്യാറില്ല. എന്ത് ചെയ്യും? ഇതാണ് സുപ്രീം കോടതി ചോദിച്ചത്. മുഖ്യമന്ത്രി പോയി കണ്ടൊരു ചായ കുടിച്ച് ഇത് വിശദീകരിച്ച് കഴിഞ്ഞില്ല ഈ പ്രശ്നം എന്ന് ചോദിക്കാൻ ഇതൊക്കെയാണ് കാരണം. അല്ലാതെ ഇതിൽ രാഷ്ട്രീയ പ്രശ്നമോ സംഘപരിവാറോ തേങ്ങാക്കൊലയോ ഒന്നുമില്ല. വെറുതെ സംഘപരിവാർ എന്ന് പറഞ്ഞിട്ട് അവരെ ഉപദ്രവിക്കുന്ന എന്തിനാ? അവർ ഈ ലിസ്റ്റിലേ ഇല്ല. അതിൽ ഞാൻ ആധികാരികമായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സെനറ്റിൽ അംഗമായിട്ട് എൻ്റെ പേര് കൊടുക്കാൻ പറഞ്ഞിട്ട് കൊടുത്തില്ല ചേട്ടാ എന്ന് പറഞ്ഞിട്ട് ഒരു BJPയിലെ ആൾ എന്നെ വിളിച്ചു. അയാളുടെ വാദം, കെ സുരേന്ദ്രൻ കാണിച്ചോരയില്ലാത്ത ദുഷ്ടനാണ്, നമ്മളുടെ ആൾക്കാരുടെ പേരെഴുതി കൊടുക്കണ്ടേ. ഞാൻ പറഞ്ഞു, കുഞ്ഞെ അങ്ങനെ അല്ല അത് ചെയ്യേണ്ടത്. അല്ല അവരങ്ങനെയാണ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു, അവർ ചെയ്തോട്ടെ, പക്ഷേ BJP അങ്ങനെ ചെയ്തുകൂടാ. സുരേന്ദ്രൻ ദുഷ്ടനായതുകൊണ്ടല്ല, സുരേന്ദ്രൻ നിയമാനുസൃതം പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് ഒരു പേരും കൊടുക്കാഞ്ഞത്. നിങ്ങളുടെ പേര് മാത്രമല്ലോ, ഒരു പേരും കൊടുത്തില്ലല്ലോ. ആരുടെയും കൊടുത്തില്ല ചേട്ടാ, നമ്മുടെ ആൾക്കാരുടെ ആരുടെയും കൊടുത്തില്ല. പരമദുഷ്ടൻ. ഞാൻ പറഞ്ഞു, ദുഷ്ടനായതുകൊണ്ടല്ല, ഈ നമ്മൾ നിയമം ലംഘിച്ചുകൊണ്ടല്ലോ, അതാണ് നിയമം എന്നുള്ള സ്ഥിതിയായി. LDFും UDF ഒക്കെ ലിസ്റ്റ് കൊടുത്ത് ഗവർണറെ കൊണ്ട് നിയമിച്ചിട്ട് ഇപ്പൊ അതാണ് നിയമം എന്ന് പറഞ്ഞ് ധരിച്ചുപോയി. അങ്ങനെ ഒരു പാവമാണ്. അതുകൊണ്ട് അത് ശരിയാണെന്നും കൂടെ വിചാരിക്കുന്നു. അതാണ് കണ്ടുപരിചയം മാത്രമല്ല, അതാണ് ശരി, അങ്ങനെ ചെയ്യണ്ടേ, അങ്ങനെ ചെയ്തില്ല എന്ന് പറഞ്ഞിട്ടാണ് ഈ പാവയെ എന്നെ വിളിച്ചത്. ഞാൻ പറഞ്ഞു, അങ്ങനെ ചെയ്തുകൂടാ എന്ന്. അതുകൊണ്ടാണ് ആധികാരികമായിട്ട് ഞാൻ പറയുന്നത്, BJP സംഘപരിവാർ എന്നൊക്കെ പറയുന്നതിനകത്ത് ഒരു കഥയുമില്ല. അവരൊന്നും ഇതിനകത്ത് ഇടപെട്ടിട്ടുമില്ല. നിങ്ങൾക്ക് എന്തോ പരാതിയുള്ള ആൾക്കാർ ഹൈക്കോടതി പോയി, ഹൈക്കോടതി 4 പേരുകൾ സ്റ്റേ ചെയ്തു, ബാക്കിയുള്ളത് മുന്നോട്ട് പോട്ടെ എന്ന് പറഞ്ഞു. ഇത് പിന്നെ തീരുമാനിക്കാമെന്ന് പറഞ്ഞു. ഇങ്ങനെ നിയമമായിട്ട് നിയമത്തിൽ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയല്ലേ. പിന്നെ ഇനി എന്താ ഈ ബഹളത്തിൻ്റെ കാര്യം?
എനിക്ക് മനസ്സിലാവില്ല. ശ്രീനാരായണ ഗുരുവിനെ പറ്റി ഒരു സെമിനാർ വയ്ക്കുന്നതാണോ വലിയ പ്രയാസം? അതിൽ നിങ്ങൾക്ക് എന്താ പരാതി? അതിൽ സ്വാമി ചിദാനന്ദപുരി സംസാരിക്കുന്നതോ? എന്താ നിങ്ങളുടെ പ്രശ്നം? അത് പറ. അല്ലാതെ ചുമ്മാ സംഘപരിവാർ എന്നൊക്കെ അതൊന്നുമല്ല. പറഞ്ഞ് കഴിഞ്ഞ കുറേ നാളുകളായി SFIക്ക് തെരുവിലിറങ്ങാൻ, മുദ്രാവാക്യം വിളിക്കാൻ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ആർക്കെതിരെയാണ് സമരം ചെയ്യേണ്ടത്? അവർ തന്നെ ഭരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സമരം എന്നതൊരു വലിയൊരു പ്രശ്നം തന്നെയാണ്. വിദ്യാർത്ഥി സംഘടനയ്ക്ക്, യുവജന പ്രസ്ഥാനത്തിനൊക്കെ സജീവമായി മുന്നോട്ട് പോകണമെങ്കിൽ സമരവും മുദ്രാവാക്യം ഒക്കെ വേണം. തെരുവിൽ ഇറങ്ങിയേ കഴിയുള്ളൂ. ഒരു പക്ഷെങ്കിൽ അതൊക്കെ ആവാം ഇത്തരം പ്രകടനങ്ങളിലേക്ക്, ഷോയിലേക്ക് ഈ പാർട്ടിയെ, സംഘടനയൊക്കെ നയിക്കുന്നത്. ശ്രീത് പണിക്കർ, താങ്കളൊരു ഫേസ്ബുക്ക് പോസ്റ്റ് കഴിഞ്ഞ കുറച്ച് സമയം മുമ്പ് ഞാൻ വായിക്കുകയുണ്ടായി. മുഖ്യമന്ത്രി പറഞ്ഞത് ഈ പാർട്ടിക്കാരെ ഗവർണർ ക്രിമിനലുകൾ എന്ന് വിളിച്ചത് ഉചിതമായില്ല, എന്നാൽ അവർക്കെതിരെയൊക്കെ കേസെടുക്കുകയും ചെയ്തു. 2, ഗവർണർക്കെതിരെ ആരോപിച്ച പ്രധാനപ്പെട്ട ഒരു ആരോപണമാണ് ബ്ലഡി കണ്ണൂർ എന്ന് പറഞ്ഞത്. ഈ 2 കാര്യങ്ങളിൽ താങ്കളുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ കണ്ടിരുന്നു. അതെ, അല്ല നോക്കൂ, ഇതിൽ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഒരു സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ആൾക്കാർ ആരൊക്കെയാണ് എന്നുള്ളതാണ്. വധശ്രമ കേസിൽ ജാമ്യത്തിൽ ഇറങ്ങിയതിന് ശേഷം, ജാമ്യ വ്യവസ്ഥകൾ ലംഘിച്ചതിന് ശേഷം പോലീസ് തൊടാൻ പോലും മടിക്കുന്ന ആൾക്കാരൊക്കെ നയിക്കുന്ന ഒരു സംഘടനയാണ് ഒരു വശത്ത് നിൽക്കുന്നത്. തന്നെയുമല്ല, ഗവർണർ ഈ ആൾക്കാരെ വിളിക്കുന്നത് ക്രിമിനൽ എന്നാണ്. ഒരു ക്രിമിനൽ ആക്ടിവിറ്റി ചെയ്യുന്ന ഒരാളിനെയാണ് നമ്മൾ ക്രിമിനൽ എന്ന് വിളിക്കുക. അപ്പോൾ പിണറായി വിജയൻ പറയുന്നത് ക്രിമിനൽ എന്ന് ഗവർണർ കുറച്ച് വിദ്യാർത്ഥികളെ വിളിക്കുന്നത് എന്തോ വലിയ മഹാപാതകമാണ് എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് അദ്ദേഹത്തിന്റെ തന്നെ പോലീസ്, അദ്ദേഹം പോലീസ് മന്ത്രി കൂടിയാണല്ലോ. അപ്പൊ അദ്ദേഹത്തിന്റെ തന്നെ പോലീസ് ഈ ചെയ്തിരിക്കുന്ന പ്രവൃത്തിയുടെ പേരിൽ ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത് എന്താണ്? ക്രിമിനൽ കുറ്റമാണ്, ക്രിമിനൽ ചാർജുകളാണ്, ജാമ്യം കിട്ടാത്ത വകുപ്പുകളാണ്. അത് തന്നെയുമല്ല, അത് മജിസ്ട്രേറ്റിന്റെ മുന്നിൽ എത്തുന്ന സമയത്തുണ്ടായിരുന്ന അവരുടെ പോലീസിന്റെ ഭാഷ്യം എന്താണ്? ഇത് സ്റ്റേറ്റിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ക്രൈമാണ്, വളരെ ഗുരുതര സ്വഭാവത്തിലുള്ള ക്രൈമാണ്, അതുകൊണ്ട് ജാമ്യം അനുവദിക്കാൻ പാടില്ല. അതിൽ LLB പരീക്ഷ എന്തോ അടുത്ത ദിവസമുള്ള ഒരാൾക്ക് മാത്രം ഇടക്കാല ജാമ്യം അനുവദിക്കുന്നു, മറ്റുള്ള ആൾക്കാർക്ക് ജാമ്യം അനുവദിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ ക്രിമിനൽ ആക്ടിവിറ്റി ചെയ്യുന്ന ആൾക്കാരെ ക്രിമിനൽ എന്നല്ലാതെ പിന്നെ മിഖായിൽ ഗോർബച്ചേവ് എന്ന് വിളിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചത്. 2, ബ്ലഡി കണ്ണൂർ എന്ന പരാമർശം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അങ്ങനെയല്ല. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കണ്ണൂർ ഹാസ് എ ബ്ലഡി ഹിസ്റ്ററി ഓഫ് പീപ്പിൾ കില്ലിങ് ഈച്ച് അതർ. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മുടെ നാട്ടിൽ എത്രയോ സിനിമകൾ ഈ വർഷം തന്നെ എനിക്ക് തോന്നുന്നു, അല്ലെങ്കിൽ ഈ കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ ചുരുങ്ങിയത് 2 സിനിമകളെങ്കിലും ഈ കൊലപാതകങ്ങളുമായി ബന്ധപ്പെട്ട് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇവിടെ കവിതകൾ, സാഹിത്യ സൃഷ്ടികൾ ഒക്കെ തന്നെ കണ്ണൂരുമായി മാത്രം ബന്ധപ്പെട്ട്, അവിടുത്തെ കൊലപാതക രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിലുണ്ട്. അപ്പൊ അതൊരു യാഥാർത്ഥ്യമാണ്. അപ്പൊ ഒരു ബ്ലഡി ഹിസ്റ്ററി ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ഥലം ബ്ലഡി ആകും എന്നർത്ഥമില്ല. ബ്ലഡി കണ്ണൂർ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. പക്ഷെ മുഖ്യമന്ത്രി ആയിക്കോട്ടെ ഇതിനെല്ലാം തന്നെ ഒരു പ്രദേശത്തെ ആക്ഷേപിച്ചു എന്ന രീതിയിലത്തേക്ക് വ്യാഖ്യാനിക്കാനായിട്ട് നിങ്ങൾ ഈ പറയുന്ന ബ്ലഡി കണ്ണൂരിൽ നിന്നാണ് പാവങ്ങളുടെ പടത്തലവനായിട്ടുള്ള AKG വന്നിരിക്കുന്നത്. ഇതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ വിശ്വസിച്ചിരുന്ന ആൾക്കാരാണെങ്കിലും മുഖ്യമന്ത്രിമാരായിട്ടുള്ള EK നായനാരും K കരുണാകരനും വന്നിരിക്കുന്നത് ബ്ലഡി കണ്ണൂരിൽ നിന്നാണ്. അവർ ബ്ലഡി കണ്ണൂരിന്റെ സന്തതികളാണ്. സജി ചെറിയാൻ എന്ന് പറയുന്ന മന്ത്രി ഇതുപോലെ പൊട്ടിന് പീര പോലെ ഇട്ടുകൊടുക്കുന്നു, അതാ ബ്ലഡി കണ്ണൂർ എന്ന് പറഞ്ഞിരിക്കുന്നത് ബ്ലഡി കേരള എന്ന് പറയുന്നതിന് തുല്യമാണ് എന്ന്. അപ്പൊ ഇങ്ങനെ ഒരുപക്ഷെ വാക്കുകളുടെ അർത്ഥം അറിയാഞ്ഞിട്ടോ അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് തന്നെ അതിനെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടോ ഒരു പ്രദേശത്തെ ആകെ ആൾക്കാർ ആക്ഷേപിച്ചു എന്ന രീതിയിലത്തേക്കുള്ള ഒരു രീതി കാണുന്നുണ്ട്. ഇന്ന് തന്നെ അത് കണ്ടു. ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ ഇന്ന് ശ്രദ്ധിച്ചതാണ്, ഒരു ചാനലിൽ അവർ വിളിച്ചിട്ട് ശ്രീ AK ബാലനോട് സംസാരിക്കുകയാണ്. ശ്രീ AK ബാലനോട് സംസാരിക്കുമ്പോൾ ഈ നമ്മുടെ കോഴിക്കോട് മിഠായി തെരുവിൽ ഗവർണർ ഇങ്ങനെ നടന്നു പോകുന്നതിനെ പറ്റി ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നു അങ്ങനെയൊന്നും നടക്കാൻ പാടില്ല. അതെന്താ പ്രശ്നം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിനോട് വിരോധമുള്ള ആൾക്കാർ ആരെങ്കിലും എന്തെങ്കിലും അവിടെ ചെയ്തു കൊടുത്താലോ എന്ന രീതിയിലത്തേക്കാണ് പറയുന്നത്. അപ്പോൾ ഈ അവതാരകൻ ചോദിക്കുന്നുണ്ട് അദ്ദേഹത്തിനോട്, താങ്കൾ എന്താ ഉദ്ദേശിച്ചത്? ഈ ഹലുവ വാങ്ങുന്ന സമയത്ത് അതിൽ വിഷം കലർത്തി കൊടുക്കും എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഉടനെ ആ രീതിയിലത്തേക്ക് മറുപടി പറയാതെ അദ്ദേഹം ഒഴിഞ്ഞു മാറിക്കൊണ്ട് പ്രസിഡന്റിനെ പോലെയുള്ള, ഗവർണറെ പോലെയുള്ള ആൾക്കാരൊക്കെ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് മറ്റുള്ള ആൾക്കാർ ടേസ്റ്റ് ചെയ്തിട്ട് വേണ്ടേ, അപ്പൊ ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ എന്നൊക്കെ. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത് എന്താണ്? വളരെ പോസിറ്റീവായിട്ട് ആൾക്കാർ കണ്ട ഒരു സ്ഥലത്ത്, കോഴിക്കോട് മിഠായി തെരുവ് പോലെയുള്ള ഒരു സ്ഥലത്തെ അവിടെയുള്ള കച്ചവടക്കാരെ പോലെയും ഇങ്ങനെ ആക്ഷേപിക്കുന്ന രീതിയിലത്തേക്കുള്ള ഒരു പരോക്ഷമായിട്ടുള്ള ഒരു പ്രസ്താവന. ഇതൊക്കെ എന്തിനാണ്? ഇങ്ങനെ ഒരു സ്ഥലത്തിനെ ഇങ്ങനെ കുറേയധികം ആൾക്കാരെയൊക്കെ ആക്ഷേപിക്കുന്ന രീതിയിലത്തേക്ക് മാറുന്നത് എന്തിനാണ് എന്നുള്ളതാണ്. ഇത് വരുന്നതിന്റെ കാരണം എന്താണ് ശ്രീ ഉമേഷ്? അതിന്റെ കാരണമെന്ന് പറഞ്ഞാൽ ഇന്ന് ചരിത്രത്തിലില്ലാത്തതുപോലെ നാറി നിൽക്കുന്ന ഒരു പ്രസ്ഥാനമായിട്ട് ഇവരുടെ വിദ്യാർത്ഥി പ്രസ്ഥാനം മാറിപ്പോയി എന്നുള്ളത് കൊണ്ടാണ്. എനിക്ക് സത്യത്തിൽ സഹതാപം മാത്രമാണ് അവരോടുള്ളത്. കാരണം അവർ ക്യാമ്പസിൽ കാലുകുത്താൻ ഗവർണറെ അനുവദിക്കില്ല എന്ന് പറഞ്ഞു. ഗവർണർ പൂ പോലെ അവിടെ വന്ന് കയറിയിട്ട് പോയി. അദ്ദേഹം വരുന്ന സമയത്ത് പ്രതിഷേധിക്കുന്നതിന് വേണ്ടിയിട്ട് 6 മണിക്ക് ഒരു ഷോ തുടങ്ങേണ്ടതാണ്. കാരണം അദ്ദേഹം 7 മണിക്കാണ് വരുന്നതെങ്കിൽ 6 ഷോ തുടങ്ങണം. പക്ഷെ ആ 6 ഷോ എന്ന് പറയുന്നത് 4 ഷോയായി. 2 മണിക്കൂർ മുമ്പേ തന്നെ ഷോ തുടങ്ങിയിട്ട് ആൾക്കാരെ എല്ലാം തന്നെ പിടിച്ചുകൊണ്ടുപോയി. അവസാനം ഗവർണർ വരുന്ന സമയത്ത് ബാക്കി
ബാക്കിയായ ആൾക്കാരെല്ലാം അദ്ദേഹം ഇങ്ങോട്ടുള്ള വഴിയിൽ വരുന്ന സമയത്ത് അങ്ങോട്ടുള്ള വഴിയിൽ പ്രതിഷേധം നടത്തുന്നു. അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം അവിടെ താമസിക്കുന്നു എന്ന് വന്നപ്പോഴത്തേക്ക് ബാനർ പ്രതിഷേധം. ഈ ഗേറ്റുമായി ബന്ധപ്പെട്ട് ഗേറ്റിൽ നിന്ന് 200 മീറ്ററിനകത്ത് ബാനറുകളൊന്നും പാടില്ല എന്ന രീതിയിലുള്ള നിയമങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, അങ്ങനെയുള്ള ചട്ടങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ പ്രകാരം അതെല്ലാം അഴിച്ചു മാറ്റിയപ്പോഴത്തേക്ക് പുനഃസ്ഥാപിച്ച് എന്ന് പറയുന്നു. എവിടെയാണ് ഈ പുനഃസ്ഥാപിച്ചത്? അതിൽ നിന്ന് മാറി അപ്പുറത്തേക്ക്. പിന്നീട് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക പരിപാടികൾ നമ്മൾ ബഹിഷ്കരിക്കും അല്ലെങ്കിൽ അവിടെ പ്രശ്നം ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. അതിലാർക്കും പ്രശ്നമുണ്ടായില്ല. അദ്ദേഹത്തിന്റെ പേഴ്സണൽ പരിപാടികളായതുകൊണ്ട് സൺഡേ ഹോളിഡേ എന്ന് പ്രഖ്യാപിച്ചു. ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് എത്ര പോരാട്ടവീര്യം ഉണ്ടായിരുന്ന ഒരു സംഘടനയാണ്. ആ സംഘടന ഒരു 2 പതിറ്റാണ്ട് കൂടി കഴിഞ്ഞപ്പോഴേക്ക് ഇങ്ങനെ മറ്റൊരാളിന്റെ കാൽച്ചുവട്ടിൽ കിടക്കുന്ന രീതിയിലേക്ക് വന്നിരിക്കുന്നു. അപ്പൊ എനിക്ക് അവരോട് വലിയ രീതിയിലുള്ള ഇതൊക്കെയുള്ളവർക്ക് ചെയ്യാൻ അല്ല, പക്ഷെ ഒരു കാര്യമുണ്ട്. ഈ പറയുന്ന സമയത്ത് നോക്കിയേ എന്തെല്ലാം പോരാട്ട വീര്യങ്ങളുടെ സമര പാരമ്പര്യത്തിന്റെ ഒക്കെ കാര്യം പറയുന്നു. എല്ലായ്പ്പോഴും ഈ രീതിയിലുള്ള മുദ്രാവാക്യങ്ങൾ, വിദ്വേഷ മുദ്രാവാക്യങ്ങൾ ഇപ്പൊ നമ്മൾ കണ്ടതല്ലേ. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഈ ആർഷോയുമായി ബന്ധപ്പെട്ട സമരത്തിനിടയ്ക്ക് നമ്മൾ കേട്ടതല്ലേ, നീയൊക്കെ പിന്നെ ആരിഫ് ഖാന്റെ കക്കൂസ് കഴുകുന്നെങ്കിൽ അതിന് പോയാൽ മതി എന്ന രീതിയിലത്തേക്കുള്ള അധിക്ഷേപകരമായിട്ടുള്ള പ്രസ്താവനകൾ. പക്ഷേ അതാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ അവിടെ രസമെന്ന് വെച്ചാൽ ഗവർണർ ഈ ചെയ്തിരിക്കുന്ന കാര്യത്തിന് എനിക്ക് SFI യോടുള്ള സഹതാപം നിലനിർത്തിക്കൊണ്ട് തന്നെ പറയുകയാണ്. ഗവർണർ ഈ ചെയ്ത കാര്യത്തിൽ ഇംഗ്ലീഷിലെ ഷോയിങ് വൺസ് പ്ലേസ് എന്നൊരു പ്രയോഗമുണ്ട്. ഒരാളിന്റെ സ്ഥാനം കാണിച്ചു കൊടുക്കുക. ഗവർണറുടെ സ്ഥാനം എന്താണ് എന്ന് തെളിയിച്ചതിനോടൊപ്പം തന്നെ SFIക്ക് ഇവിടെയുള്ള സ്ഥാനം എന്താണ് എന്ന് അദ്ദേഹം കൃത്യമായിട്ട് കാണിച്ചു കൊടുത്തു. അതിൽ നിന്ന് ഇവർക്ക് കരകയറാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. കാരണം ഈ നാട്ടിലുള്ള ആൾക്കാരെല്ലാം ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഒരുപക്ഷെ മറ്റു രീതിയിലുള്ള പല പ്രസ്താവനകളും പറഞ്ഞ് ചർച്ചയെ ഇനി വഴി തിരിച്ചുവിടുന്നതിന് വേണ്ടിയിട്ടൊക്കെ ആൾക്കാർ ശ്രമിക്കുന്നത്. ഇപ്പൊ തന്നെ ഞാൻ മറ്റൊരു ചർച്ചയിൽ നിന്ന് ഇങ്ങോട്ട് ജോയിൻ ചെയ്യുകയാണ്. പുതുതായിട്ട് വന്നിരിക്കുന്ന ഒരു ക്യാപ്സ്യൂൾ ഉണ്ട്. ആ ക്യാപ്സ്യൂൾ എന്ന് പറഞ്ഞാൽ കാല് കുത്തിക്കില്ല എന്ന് ഞങ്ങൾ പറഞ്ഞാലോ, അല്ലെങ്കിൽ പോലീസുകാരോട് നോക്കൂ ഞങ്ങളെ അറസ്റ്റ് ചെയ്താൽ അല്ലെങ്കിൽ ഞങ്ങൾക്കെതിരെ അതിക്രമം കാണിച്ചാൽ നീ ഒന്നും അമ്മയെ കണ്ട് മരിക്കില്ല എന്നൊക്കെ പറയുന്ന മുദ്രാവാക്യങ്ങളെല്ലാം പ്രതീകാത്മകമാണ്. ഞങ്ങൾ സത്യത്തിൽ അങ്ങനെയൊന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന രീതിയിലത്തേക്കുള്ള ഒരു ലേറ്റസ്റ്റ് ക്യാപ്സ്യൂൾ കൂടി വന്നിട്ടുണ്ട് എന്നുള്ള ഒരു സന്തോഷ വിവരം കൂടി അറിയിക്കുന്നു. യെസ്, വളരെയധികം നന്ദി ശ്രീ തുടരുക. ഇപ്പോൾ ഇടത് നിരീക്ഷകൻ ജയചന്ദ്രൻ മാഷ് കൂടി ചെയ്യുന്നുണ്ട്. ശ്രീ ജയചന്ദ്രൻ മാഷ്, ഒരു ഭാഗത്ത് ഇപ്പോൾ ചർച്ചയിൽ പങ്കെടുത്ത സംവാദകരും രാഷ്ട്രീയ നിരീക്ഷകരും ഒക്കെ ചൂണ്ടിക്കാട്ടുന്നത്, ഒരു ഭാഗത്ത് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ മടി കാണിച്ച് കൃത്യമായ ഒരു അകലം പാലിച്ച് നവകേരള യാത്ര സംഘടിപ്പിക്കുന്ന മുഖ്യമന്ത്രി, മറുഭാഗത്ത് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഗവർണർ, ഈ രീതിയിലാണ് ചിത്രീകരിക്കപ്പെടുന്നത്. ഗവർണർ ഇറങ്ങി ജനങ്ങൾക്കിടയിലേക്ക് ചെന്നതിനെയും ജനങ്ങൾ അതിനെ സ്വാഗതം ചെയ്തതിനെയും ഒക്കെ വളരെ മോശമായ രീതിയിലാണ് മുഖ്യമന്ത്രിയാണെങ്കിലും മറ്റു മന്ത്രിമാരാണെങ്കിലും ഒക്കെ പരാമർശങ്ങൾ നടത്തുന്നത്. മാത്രമല്ല ഈ ആമുഖത്തിൽ ഞാൻ സൂചിപ്പിച്ച പോലെ ഈ പൊതുമധ്യത്തിൽ പൊതുവിടങ്ങളിലൊക്കെ മദ്യപിച്ച് സ്വബോധമില്ലാത്ത ആളുകൾ ഏത് തരത്തിലാണോ വാക്കുകൾ ഉപയോഗിക്കുന്നത്, അതിന് സമാനമായ വാക്കുകളാണ് പല കലാലയങ്ങളുടെയും ചുവരുകളിലൊക്കെ SFI പ്രവർത്തകർ ഈ ഗവർണർക്ക് സ്വാഗതമായി എഴുതി വെച്ചത്. അതെ, ഈ പിന്നെ താങ്കൾ ചോദിച്ചതുപോലെയും ഇപ്പൊ മറ്റുള്ളവർ ഇപ്പൊ സംസാരിച്ചതുപോലെയും ഒക്കെ അല്ല ഞാൻ ഇതിനെ കാണുന്നത് എന്ന് ദയവായി അറിയിക്കട്ടെ. ആദ്യം തന്നെ വിയോജിപ്പോടെ, ഇത് ഗവർണറും SFI ആയിട്ടുള്ള പ്രശ്നം എന്നുള്ള നിലയ്ക്ക് ഞാൻ ഈ വിഷയത്തിനെ കാണുന്നതേ ഇല്ല. ചാൻസലറും SFI ആയിട്ടാണ് പ്രശ്നം. ഗവർണറുമായിട്ടുള്ള വിഷയം വേറെയാണ്. അത് സ്റ്റേറ്റ് ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളാണ്. അത് SFIയുടെ വിഷയമായിട്ട് ഞാൻ ഇതുവരെയും കണ്ടിട്ടുമില്ല. കേരളം അങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഇവിടെ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവരും താങ്കൾ ഉൾപ്പെടെയും അങ്ങനെയാണ് സംസാരിച്ചതായി എനിക്ക് തോന്നിയത്. അതെന്റെ തോന്നലാണെങ്കിൽ തിരുത്തിക്കോളാം. പിന്നെ ഇതിപ്പോ ഗവർണറുടെ പ്രശ്നം ഒരു വശത്ത് നിൽക്കുന്നുണ്ട്. അത് ഗവൺമെന്റുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട്. SFIയും പിന്നെ ഇപ്പൊ ഈ സമരരംഗത്ത് നിങ്ങളെല്ലാം പറഞ്ഞതുപോലെ തന്നെയുള്ള വിഷയങ്ങൾ ചാൻസലറുമായിട്ടാണ് വരുന്നത്. അതെന്താണ് അതിന്റെ കാര്യം എന്നുള്ളത് അതും ഇടയ്ക്ക് വിശദീകരിക്കപ്പെട്ടിരുന്നല്ലോ. സെനറ്റിലെ പിന്നെ അംഗത്വം, സെനറ്റിലെ ഇവരെ സെനറ്റ് അംഗങ്ങളാക്കിയതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുടെ പേരിലാണ് SFI അത് പ്രതിഷേധിച്ചതെന്നും അത് കോടതി ചെന്നപ്പോൾ കോടതി താൽക്കാലികമായി സ്റ്റേ ചെയ്തിരിക്കുന്നുവെന്നും TG പറഞ്ഞിരുന്നല്ലോ. അപ്പൊ അത് അങ്ങനെ നിന്നാ പോരെ, എന്തിനാണ് പിന്നീട് അത് മറുപടി പറയാൻ പിന്നെ ഞാൻ ആളല്ല, എനിക്കതിനുള്ള അധികാരവുമില്ല. അത് ബന്ധപ്പെട്ട ആ വിദ്യാർത്ഥി സംഘടനയുടെ ആൾക്കാരാണല്ലോ പറയേണ്ടത്. എന്തുകൊണ്ടാണ് കോടതിയിൽ അങ്ങനെ നിൽക്കുന്ന ഒരു കേസിൽ നിങ്ങൾ ഇങ്ങനെ പോകുന്നത് എന്നുള്ളത് മറ്റൊരു വിഷയമാണ്. അതിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല. പക്ഷേ പിന്നെ ഇന്ന് ഗവർണർ ഇന്നലെ എത്തി, അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട്. ഇന്ന് അദ്ദേഹം ബാംഗ്ലൂരിലേക്ക് പോകുന്നു. രാത്രി 10 മണിക്ക് 10:30 തന്നെ തലസ്ഥാനത്ത് തിരിച്ചെത്തുന്നുണ്ട് കേരളത്തിൽ. അപ്പോൾ അവിടുന്ന് രാജ്ഭവനിൽ അദ്ദേഹം എത്തിച്ചേരുന്നത് വരെ വീണ്ടും പ്രതിഷേധം ഉണ്ടാകും എന്നാണ് SFIയുടെ സ്റ്റേറ്റ് സെക്രട്ടറി പറഞ്ഞേക്കുന്നത് മാധ്യമങ്ങളോട്. അതും നമ്മുടെ മുമ്പിലുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് ഉള്ളത്.
അപ്പോൾ ഇതിന്റെ അകത്ത് പിന്നെ ഗവർണർക്ക് വലിയ തോതിൽ ജനപിന്തുണ ഉണ്ട് എന്ന് തെളിയിക്കുന്നതിന് ഗവർണർ നടത്തിയ ഒരു കോഴിക്കോട് സന്ദർശനമായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ പിന്നെ ഈ കോഴിക്കോട് സർവകലാശാലയുടെ ആസ്ഥാനം മലപ്പുറത്താണല്ലോ, അവിടെ അങ്ങനെ ചെല്ലുന്നതായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടില്ല. പക്ഷെ സ്വാഭാവികമായും അദ്ദേഹം അവിടുന്ന് ഏതാണ്ട് 20-15 കിലോമീറ്റർ അകലെയുള്ള മിഠായി തെരുവിലേക്ക് ചെല്ലുകയും ജനങ്ങൾ സ്വീകരിക്കുകയും വളരെ സ്നേഹത്തോടെ അദ്ദേഹത്തോട് പെരുമാറുകയും ചെയ്ത വിവരമൊക്കെ അദ്ദേഹം മാധ്യമങ്ങളോട് പറയുന്നുണ്ട്. ഞാനും കേട്ടു. അതൊക്കെ എനിക്കതിനോട് വിയോജിപ്പൊന്നുമില്ല. ഗവർണർക്ക് അങ്ങനെ ചെയ്യാനുള്ള അധികാരങ്ങളൊക്കെ ഉണ്ട്. അദ്ദേഹത്തിന് അത് ആസ്വദിക്കുകയും മുഖ്യമന്ത്രിക്ക് വിയോജിപ്പുണ്ട്, അദ്ദേഹം അത് പ്രകടിപ്പിക്കുകയും ചെയ്തു. അല്ല, മുഖ്യമന്ത്രിയുടെ യോജിപ്പല്ലോ നിങ്ങൾ എന്നെ ഇവിടെ പറയാൻ വിളിച്ചിരുത്തിയിരിക്കുന്നത്. എന്റെ അഭിപ്രായമല്ലേ ചോദിക്കാൻ നിങ്ങൾ എന്നെ വിളിച്ചിരുത്തിയിരിക്കുന്നത്. ഞാൻ അതേ പറയൂ. ഞാൻ ഏത് ചർച്ചയിലും, ഈ ചർച്ചയിൽ നിന്നല്ല ഏത് ചർച്ചയിലും ഞാൻ എൻ്റെ അഭിപ്രായങ്ങളാണ് പറയുക. അതിനെ നിങ്ങൾ ബ്രാൻഡ് ചെയ്യുന്ന ഇടനിരീക്ഷകൻ എന്നായിരിക്കാം. അത് ഇറ്റ് ഈസ് അപ് ടു യു. അത് ഞാൻ പറയും. എനിക്ക് എൻ്റെ അഭിപ്രായം പറയാൻ കഴിയും. അപ്പൊ അത് അങ്ങനെ ചെയ്യുമ്പോൾ പിന്നെ ഇത് എത്രത്തോളം ചാൻസലറുടെ നിലപാടിൽ ശരിയുണ്ട് എന്നതിനെ പറ്റിയുള്ള ചർച്ചയല്ല നമ്മളിവിടെ നടത്തുന്നത്. അത്തരത്തിലുള്ള ചർച്ചയാണ് നടത്തുന്നത്. നമ്മുടെ സൂചനയും നിങ്ങൾ പറഞ്ഞിട്ടുമില്ല, കേട്ടിടത്തോളം അത്തരത്തിലുള്ള ചർച്ചയുമല്ല നടക്കുന്നത്. ചാൻസലറും വിദ്യാർത്ഥികളും ഒരു വിദ്യാർത്ഥി സംഘടനയും തമ്മിലുള്ള പ്രശ്നമായിട്ട് ആണ് ഈ ചർച്ച ഡെവലപ്പ് ചെയ്യുന്നത് ഞാൻ മനസ്സിലാക്കുന്നുമില്ല. അപ്പൊ പിന്നെ എന്തുകൊണ്ട് ഇത് ഒരു പിന്നെ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന ഒരു വ്യക്തി ഗവർണർ ചാൻസലർ ആകുന്ന സാഹചര്യമാണ്. അതിടയ്ക്ക് ശ്രീ TG മോഹൻദാസ് പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ തുടരണം എന്ന് മുഖ്യമന്ത്രി തന്നെ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞാൻ തുടരാൻ തയ്യാറായത് എന്ന് ബഹുമാനപ്പെട്ട ഗവർണർ പറയുന്ന സാഹചര്യവും നമ്മൾ കേട്ടതാണ്. അപ്പൊ ഇടയ്ക്ക് ഒരു സുഹൃത്ത് പിന്നെ ഞാനിങ്ങനെ നിങ്ങൾ ചർച്ചയ്ക്ക് ഉണ്ടെന്ന് പറഞ്ഞ് വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനൊരു സുഹൃത്തിനോട് ചോദിച്ചു, എന്താണ് നിങ്ങളുടെയൊക്കെ ഒരു അഭിപ്രായം എന്താണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു മറുപടി ഉണ്ടായിരുന്നു. ഞാനും നേരത്തെ ഷെയർ ചെയ്തിട്ടുള്ള ഒരു അഭിപ്രായം തന്നെ ആയതുകൊണ്ടായിരിക്കും അദ്ദേഹത്തിനോട് ചോദിച്ചത്. ശേഷനെ സംബന്ധിച്ച് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ടല്ലോ, ശേഷൻ വന്നപ്പോഴാണ് പിന്നെ ഇലക്ഷൻ കമ്മീഷണർ എന്താണെന്നും അദ്ദേഹത്തിന്റെ പദവി എന്താണെന്നും എന്തൊക്കെ അധികാരമുണ്ടെന്നും മനസ്സിലാക്കി എന്ന് നമ്മൾ പലപ്പോഴും വിശേഷിപ്പിക്കാറുണ്ട്. അത് ഒട്ടൊക്കെ ശരിയുമാണ്. അപ്പൊ ആ നിലയിൽ ഒരു ഗവർണറാകാനാണോ ആരിഫ് ഖാൻ ശ്രമിക്കുന്നത് എന്നുള്ള ഒരു പിന്നെ അഭിപ്രായം ആ സുഹൃത്ത് എന്നോട് ഇങ്ങോട്ട് ചോദിച്ചു. ഞാൻ പറഞ്ഞ അങ്ങനെയാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ശ്രീ TN ശേഷൻ പ്രവർത്തിച്ച മാതിരിയുള്ള ഒരു നിലപാട് അതായത് ഒരു ബ്യൂറോക്രാറ്റിന് പോകാവുന്നതിന്റെ മാക്സിമം ലെവലിലേക്ക് കടന്നു ചെല്ലുകയായിരുന്നു ശ്രീ TM ശേഷൻ. പക്ഷെ അതല്ല പിന്നെ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ ചെയ്യുന്ന അതല്ല. അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ചില പിന്നെ ഈ നിലപാടുകളുണ്ട്, തീരുമാനങ്ങളുണ്ട്, അഭിപ്രായങ്ങളുണ്ട്, ആഗ്രഹങ്ങളുമുണ്ട്. അത്തരം ആഗ്രഹങ്ങൾ വരെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കൂടെ പറയുന്നത്. അപ്പൊ അതിൻ്റെ അകത്ത് ആൾക്കാർ നിന്നില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്റ്റേറ്റ് എന്നുള്ള ഭരണകൂടം തന്നെ എതിർക്കുന്ന സ്ഥിതി പരസ്യമായി വന്നാൽ പോലും താനത് മൈൻഡ് ചെയ്യുന്നില്ല എന്ന് ഗവർണറായിരിക്കും തെളിയിച്ചിട്ടുണ്ട്. അങ്ങനെയാണല്ലോ എനിക്ക് നിങ്ങളോട് ഇഷ്ടമില്ല എന്ന് ആ പ്രഷർ, ധനകാര്യമന്ത്രിയുടെ പ്രഷർ പോയി എന്ന് പറഞ്ഞപ്പോൾ തുഷാർ മേത്തയാണ് പിന്നീട് ഇടപെട്ട് പറയുന്നത്, സാർ അങ്ങനെ പറഞ്ഞുകൂടാ, അങ്ങനെയല്ല, അത് മന്ത്രിസഭയുമായി ബന്ധപ്പെട്ടാണ് അത്തരത്തിലുള്ള കാര്യങ്ങൾ നിർവഹിക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ പിന്നീട് അദ്ദേഹം പിന്നെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി യഥോചിതം ആ നടപടി പിന്നെ മുമ്പോട്ട് നീക്കാതിരിക്കുന്നത്. അതൊക്കെ നല്ല കാര്യങ്ങളായിട്ട് തന്നെയാണ് എന്നെ പോലുള്ളവർക്ക് അന്ന് തോന്നിയത്. അദ്ദേഹം ആ യാഥാർത്ഥ്യ ബോധത്തിലേക്ക് വന്നതും അതൊക്കെ തന്നെയാണല്ലോ. ഈ പിന്നീട് അടുത്ത കാലത്ത് പഞ്ചാബ് സ്റ്റേറ്റിന്റെ സുപ്രീം കോടതിയിലെ ഹർജിയിൽ സുപ്രീം കോടതി വ്യക്തമായി പറയുന്നുണ്ട് ആർട്ടിക്കിൾ 200 പറ്റി, ഗവർണർ നിയമസഭയുടെ ഭാഗമാകുന്നത് എങ്ങനെ, അതിന്റെ വ്യാഖ്യാനങ്ങൾ അങ്ങനെയൊക്കെയാണ്. അതൊക്കെ വ്യക്തമായി എടുത്ത് പറയുന്നുണ്ട് അതിനകത്ത്. പക്ഷേ ഇന്നത്തെ ഈ കേസിൽ നമ്മുടെ ചർച്ചാ വിഷയം അതായതുകൊണ്ട് കൂടുതൽ മറ്റതിലേക്ക് പോകേണ്ട കാര്യമില്ലല്ലോ. ഇന്നത്തെ ഈ കേസിൽ പ്രശ്നം തികച്ചും വിദ്യാർത്ഥി സംഘടന എന്നുള്ള നിലയ്ക്ക് വിദ്യാർത്ഥി സംഘടന SFIയും മറുഭാഗത്ത് യൂണിവേഴ്സിറ്റികളുടെ ചാൻസലറായ പിന്നെ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാനും തമ്മിലുള്ള പ്രശ്നമാണ്. അതിൽ അദ്ദേഹം പിന്നെ ഈ ഏറ്റവും കൂടുതൽ ശ്രീജിത്ത് പണിക്കർ വിശേഷിപ്പിച്ചല്ലോ കണ്ണൂരിനെ പറ്റി, അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നുള്ള. അപ്പോൾ അത് മാത്രം ഒന്ന് ഇതിനകത്ത് പൊളിറ്റിക്കലായിട്ടുള്ള ഓർമ്മിപ്പിക്കാൻ എനിക്കുള്ളൂ. കാരണം ഏതാണ്ട് ഒരു ദശകം മുമ്പ് ദേശീയ തലത്തിൽ തന്നെ വ്യാപകമായി പരാമർശിക്കപ്പെട്ട ഒരു പദപ്രയോഗം ഉണ്ടായിരുന്നു കേരളത്തിനെ പറ്റി, പ്രത്യേകിച്ച് കണ്ണൂരിനെ പറ്റി. ദേശീയ മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് മാധ്യമങ്ങളിലാണ് കൂടുതലായി വന്നിരുന്നത്. റെട്രോസിറ്റി എന്നാണ് പറയുക. അത്ര ഒരു പദമാണ് ഉപയോഗിച്ചതെന്ന് അന്ന്, റെട്രോസിറ്റി. അപ്പൊ ആ റെട്രോസിറ്റി നിലനിൽക്കുന്ന
ഒരു സംസ്ഥാനമായിട്ട് കേരളത്തിനെയാണ് വളരെ കുപ്രസിദ്ധമായി തന്നെ വിശേഷിപ്പിച്ചുകൊണ്ടിരുന്നത് ആ കാലങ്ങളിൽ. അത് പിന്നെ RSSഉം CPM-ഉം തമ്മിലുള്ള സംഘടനത്തെ പരാമർശിച്ചു തന്നെയാണ് ഈ പേരും വരുന്നത്. നാഷണൽ മീഡിയയുടെ ഭാഗത്തു നിന്ന് റെട്രോസിറ്റി എന്നുള്ള പദം തന്നെ ഉണ്ടാവുന്നത് അങ്ങനെയാണ്. ഇന്ത്യയിലെ പത്രപ്രവർത്തന രംഗത്ത് തന്നെ ഒരു പുതിയ പദമായിരുന്നു ഈ റെട്രോസിറ്റി എന്ന പദം. അതിനുശേഷം ഞാൻ നമ്മുടെ ഈ ചർച്ചയിൽ സമയം വളരെ കുറവാണ്, ഞാൻ എൻ്റെ വിശദാംശങ്ങളിലേക്ക് ഒന്നും പോകുന്നില്ല. പിണറായി വിജയൻ 2016 മുഖ്യമന്ത്രിയാവുന്നു. മുഖ്യമന്ത്രി ആയതിനു ശേഷം പിന്നെ മുഖ്യമന്ത്രി ആവുന്ന മെയ് 25-നാണല്ലോ. 2-2.5 മാസങ്ങൾക്ക് എത്തിയാൽ നന്നായിരുന്നു. സമയം ഒരു പ്രശ്നമാണ്. നിർത്തിയേക്കാം, എന്നാൽ അടുത്ത ഘട്ടത്തിൽ ഞാൻ പറഞ്ഞോളാം സമയം ഉണ്ടെങ്കിൽ. ഓക്കെ. യെസ്, ഇതിൽ TG ഒരു വ്യക്തത വരുത്തലുണ്ട്. ഇപ്പോൾ ജയേന്ദ്ര മാഷ് പറഞ്ഞത് സമരം ചെയ്യുന്നത് ഗവർണറോടല്ല ചാൻസലറോടാണ്. ആ ഒരു സാങ്കേതികത്വമാണ് ഇടത് നിരീക്ഷകരും ഇടത് കേന്ദ്രങ്ങളും ഒക്കെ പറയുന്നത്. അല്ലെങ്കിൽ അല്പം സമയം മുൻപ് ശ്രീ പണിക്കർ സൂചിപ്പിച്ച പോലെ മറ്റൊരു ക്യാപ്സൂൾ. ശരിയെന്നേ, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇവർക്ക് ആവശ്യം എന്താ? ഈ നിയമനങ്ങൾ ശരിയല്ല എന്ന് പറഞ്ഞ് കോടതിയിൽ പോയി. കോടതി അതിനകത്തെ 4 പേര് മാത്രം സ്റ്റേ ചെയ്തു, ബാക്കിയുള്ളത് ക്ലിയർ ചെയ്തു. പ്രശ്നം കഴിഞ്ഞില്ലേ? പിന്നെ എന്തിനാ ഈ ഗവർണറുടെ നെഞ്ചത്തേക്ക് തുള്ളുന്നത്? ചാൻസലറുടെ നേർക്ക് പോകുന്നത് എന്തിനാ? It has been cleared and pending matter is already there under consideration by the court. Then what is your grievance? ഗവർണർ സംഘപരിവാറാണ് ആണല്ലോ. ഇത് ഇപ്പോഴാണോ? ഇതിപ്പോൾ ഇന്നലെ വല്ലതും പുള്ളി സംഘപരിവാറിൻ്റെ കൂട്ടത്തിലായതാണോ? പുള്ളിക്ക് പണ്ട് കോൺഗ്രസിൻ്റെ കൂട്ടത്തിലായിരുന്നു. ഷാബാനു കേസിനെ തുടർന്നാണ് അദ്ദേഹം രാജീവ് ഗാന്ധിയുടെ ക്യാബിനറ്റിൽ നിന്ന് രാജിവെക്കുന്നു. അത് കഴിഞ്ഞിട്ട് മായാവതിയുടെ BSPയിൽ പോകുന്നു. കുറച്ചു കാലം രാഷ്ട്രീയമൊന്നും ഇല്ലാതെ കഴിയുന്നു. ഒരുപാട് പുസ്തകങ്ങൾ, പ്രസംഗങ്ങൾ, പ്രഭാഷണങ്ങളൊക്കെ ആയിട്ട് കഴിയുന്നു. പിന്നെ വീണ്ടും BJPയിൽ ചേരുന്നു. BJPയിൽ ചേർന്നെങ്കിലും അദ്ദേഹം ഒരു അതിൻ്റെ ടോപ്പിലോ അങ്ങനെയൊന്നും വന്നില്ല. ഇത് കഴിഞ്ഞിട്ട് കേരള ഗവർണറായിട്ട് വരുന്നു. ഇതിപ്പോൾ ഇന്നലെ സംഭവിച്ച കാര്യമൊന്നും അല്ലല്ലോ. ഇത് സംഘപരിവാറാണ്, ശരി ആയിക്കോട്ടെ, സംഘപരിവാറാണെന്ന് സമ്മതിച്ചു. അപ്പോഴും ഇത് മിനിഞ്ഞാന്ന് പൊട്ടിമുളച്ച സാധനമൊന്നും അല്ലല്ലോ നിങ്ങളുടെ ആർഗ്യുമെൻറ്റ്. ഗവർണറുടെ സ്റ്റാഫിൽ ഹരി എസ് കർത്തയെ നിയോഗിച്ചു. ഹരി എസ് കർത്ത പഴയ RSSകാരനാണ്, എനിക്കും അറിയാവുന്നതാണ്. ജന്മഭൂമിയുടെ പത്രാധിപരായിരുന്നു. ഇതാണ് അദ്ദേഹത്തിൻ്റെ ഡിസ്ക്വാളിഫിക്കേഷൻ. ഇത് RSSകാർക്ക് ഈ നാട്ടിൽ ജീവിക്കാൻ പാടില്ല. ജോലി ചെയ്തുകൂടെ? ഗവർണറുടെ പ്രൈവറ്റ് സെക്രട്ടറി ആകുകയോ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആകുകയോ ചെയ്തുകൂടെ? നിയമാനുസൃതം ദൈവാധീനം കൊണ്ട് ഇത് ആരും നിരോധിച്ചിട്ടൊന്നുമില്ല RSSനെ. നിങ്ങൾ ഇതും പറഞ്ഞുകൊണ്ട് ഈ ഗവർണർ നെഞ്ചത്തേക്ക് കയറുന്ന കാര്യം എന്താ? അതാ എനിക്ക് മനസ്സിലാവാത്തത്. വാട്ട് ഈസ് യുവർ ഇഷ്യൂ നൗ? Governor belonging to Sanghaparivar is not a new thing, and Sanghaparivar is not a bad idea. It is ruling India, please understand that. കേരളത്തിൽ അതൊക്കെ പറഞ്ഞെങ്കിലേ പിടിച്ചു വയ്ക്കാൻ കഴിയുള്ളൂ. ശ്രീ TG, ഇപ്പോൾ കോൺഗ്രസ് നേതാവ് വസന്ത് തെങ്ങുംപള്ളി കൂടി ചേരുന്നുണ്ട്. ശ്രീ വസന്ത് തെങ്ങുംപള്ളി, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി 2 സമരങ്ങളാണ് കേരളത്തിൽ നടക്കുന്നത്. ഒന്ന് ഗവർണർക്കെതിരെ, മറ്റൊന്ന് താങ്കളുടെ പ്രസ്ഥാനം ഉൾപ്പെടെ നടത്തുന്ന മുഖ്യമന്ത്രിയുടെ യാത്രക്കെതിരെയുള്ള സമരങ്ങൾ. 2 സമരങ്ങളോടും CPM-ഉം പോലീസും ഒക്കെ സ്വീകരിക്കുന്ന നിലപാട്, നടപടിയൊക്കെ താങ്കളും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. ഉറപ്പായും ഈ കഴിഞ്ഞ 7 വർഷക്കാലമായി രാഷ്ട്രീയ ഫ്രീസറിൽ മാരിനേറ്റ് ചെയ്യപ്പെടാൻ വേണ്ടി എടുത്തു വെച്ചിരുന്ന ഒരു സമര സംഘടന, ഒരു വിദ്യാർത്ഥി സംഘടന, അതിന്റെ പാർട്ടി നേതൃത്വം തന്നെ ഇന്ന് ഫ്രീസർ തുറന്ന് പുറത്തിറക്കി വെച്ചു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 2, രാജ്ഭവനും ഗവർണറും ഞാൻ 6 മണിക്ക് അവിടെ എത്തും എന്ന് പറയുമ്പോൾ ആ വിദ്യാർത്ഥി സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി 6 മണിക്ക് ഷോ ഉണ്ടാവുമെന്ന് പ്രഖ്യാപിക്കുകയും പ്രേക്ഷകരും സഹാക്കളും എന്തിനേറെ പോരാളി ഷാജി വരെ 6 മണിയാവാൻ വേണ്ടി ക്ലോക്കിൽ നോക്കിയിരിക്കുകയും ചെയ്യുമ്പോൾ 6 മണിയുടെ ഷോ ഫാൻസിന്റെ പ്രത്യേക പരിഗണന, പ്രത്യേക അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ഈ ഫസ്റ്റ് ഡേ ഫാൻ ഷോ എന്നൊക്കെ പറയുന്നത് പോലെ 6 മണിയുടെ ഷോ 4:30-ാക്കി അദ്ദേഹം മാറ്റുകയും ചെയ്ത കാഴ്ചയാണല്ലോ നമ്മൾ കണ്ടത്. നാണമാകുന്നില്ലേ വിദ്യാർത്ഥി സംഘടനയ്ക്ക്? ഈ വിദ്യാർത്ഥി സംഘടന കഴിഞ്ഞ കാലങ്ങളിൽ മുഴുവൻ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമര പാരമ്പര്യങ്ങളുടെ എല്ലാം പൊള്ള വ്യക്തമാക്കുന്ന രീതിയിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവർ ഗവർണർക്കെതിരെ, അല്ലെങ്കിൽ ഇവരുടെ ഭാഷയിൽ ചാൻസലറിനെതിരെ നടത്തി വരുന്ന സമരം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗവർണറെ ക്യാമ്പസിൽ കാലുകുത്താൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ വിദ്യാർത്ഥി സംഘടന, കേരളത്തിലെ 1-ാം നമ്പർ വിദ്യാർത്ഥി സംഘടന എന്ന് അവർ തന്നെ അവകാശപ്പെടുന്ന ഒരു സംഘടനയ്ക്ക് ഗവർണർ കാലുകുത്തുക മാത്രമല്ല, കാലും കുത്തും കൈയും കുത്തും, വേണ്ടി വന്നാൽ തലയും കുത്തും എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇറങ്ങി നടക്കുന്നത് നമ്മൾ കണ്ടല്ലോ. എന്താണ് ഈ വിഷയത്തിൽ SFIക്ക് ഇത്രമാത്രം വിഷയം? അങ്ങാടിയിൽ തോറ്റേന് അമ്മയുടെ നെഞ്ചത്ത് എന്ന് പറഞ്ഞതുപോലെ ഈ ഗവർണറിനോട് തോറ്റേന് ചാൻസലറിനോട്, രണ്ടുപേരും ഒരാൾ തന്നെയാണെങ്കിലും
ഗവർണറിനോട് സർക്കാർ പല മേഖലകളിലും തോറ്റുപോയതിന് സർക്കാർ ലോകായുക്തയിൽ യൂണിവേഴ്സിറ്റി ബില്ലിൽ ഒക്കെ പച്ചയ്ക്ക് വെള്ളം ചേർക്കാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം അതിനെ എതിർത്തേ. അദ്ദേഹത്തിന് ഇടയ്ക്കൊക്കെ അദ്ദേഹം പുറകോട്ട് പോയിട്ടുണ്ട് എന്ന അഭിപ്രായം കോൺഗ്രസിനുണ്ട്. ചില സമയങ്ങളിലൊക്കെ സർക്കാർ വലിയ പ്രശ്നങ്ങളിൽ ഇടപെടുമ്പോൾ, വലിയ പ്രശ്നങ്ങളിൽ വന്നുപെടുമ്പോൾ ആ വിഷയങ്ങളിൽ നിന്നൊക്കെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി അദ്ദേഹം സഹായം ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നുള്ള ആരോപണവും ഞങ്ങൾക്കുണ്ട്. എങ്കിൽ പോലും ഗവർണറുമായുള്ള ചില വിഷയങ്ങളിൽ തോറ്റുപോയതിന് ആ വിഷയത്തെ മുഴുവൻ ഒറ്റയടിക്ക് ചാൻസലറിനെതിരെയാണ് ഞങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് സമരത്തിന് ഇറങ്ങിയിരിക്കുക. അവർക്ക് നാണമാവുന്നില്ല. ഇന്ന് മുഖ്യമന്ത്രി പറയാണ്, നോക്കൂ, കരിങ്കൊടി കാണിക്കുക എന്ന് പറയുന്നത് ഒരു സമരമല്ലേ, അത് എല്ലാവർക്കും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു സമരമല്ലേ എന്ന് ചോദിക്കുന്ന ഇതേ പിണറായി വിജയനാണ് കണ്ണൂരിലൂടെ കടന്നുപോയപ്പോൾ കരിങ്കൊടി കാണിച്ചതിന്റെ പേര് ഞങ്ങളുടെ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റിന്റെ തല ഇവരുടെ ഭാഷയിൽ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി തലച്ചോറ് വെളിയിൽ വരുന്നത് പോലെ ഡിവൈഎഫ്ഐയുടെ രക്ഷാസേന അടിച്ചു വെളിയിലിറക്കിയപ്പോൾ ഞാൻ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് പറഞ്ഞത്. നാളെ ഒരു പക്ഷേ ABVPയും യുവമോർച്ചയും കൂടെ അങ്ങ് തീരുമാനിക്കുക, ഗവർണർക്ക് ഞങ്ങൾ രക്ഷാപ്രവർത്തനം കൊടുത്തേക്കാം, ഈ രക്ഷാപ്രവർത്തനം ഞങ്ങൾ കൂടി അങ്ങ് തുടർന്നേക്കാം, SFIക്ക് മേൽ ഞങ്ങൾ രക്ഷാപ്രവർത്തനം നടത്താൻ തീരുമാനിക്കുകയാണ് എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ ക്രമസമാധാന നില എവിടെ പോയി നിൽക്കും? ഇപ്പൊ ആർഷോ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ 4:30 ഷോ മാറ്റി, അദ്ദേഹത്തിന്റെ പേര് മാറ്റപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആർഷോ എന്നുള്ള പേര് അടുത്ത ദിവസം ഗസറ്റിൽ കൊടുത്ത് 4 മണി ഷോ എന്നാക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ 4 മണിക്ക് ഷോയ്ക്ക് ശേഷം അദ്ദേഹം പറഞ്ഞൊരു വാക്യമുണ്ട്, കേരളത്തിന്റെ പോലീസ് ഞങ്ങളെയൊക്കെ അങ്ങ് അറസ്റ്റ് ചെയ്തേക്കാം, ഞങ്ങളെയൊക്കെ കൈകാര്യം ചെയ്തേക്കാം എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ആ പണി ഇവിടെ നടക്കില്ല എന്ന് പറഞ്ഞാൽ ഈ പോലീസിനെ നിയന്ത്രിക്കുന്ന ആരാ? കോട്ടയത്ത് നിന്ന് ജയിച്ചു വന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണനോ, ആലപ്പുഴ ചെന്നിത്തലയിൽ നിന്ന് ജയിച്ചു വന്ന രമേശ് ചെന്നിത്തലയോ അല്ലല്ലോ. ഈ പോലീസിനെ നിയന്ത്രിക്കുന്നത് കണ്ണൂർ ധർമ്മടത്ത് നിന്ന് ജയിച്ചു വന്നിരിക്കുന്ന നിയമസഭാ സാമാജികൻ കൂടിയായ ആഭ്യന്തര വകുപ്പിന്റെ മന്ത്രി ശ്രീ പിണറായി വിജയനാണ്. ആ വിജയന്റെ പോലീസിനെ കൊണ്ട് ഒരു പണിക്കും കൊള്ളില്ല എന്ന് SFIയുടെ സംസ്ഥാന സെക്രട്ടറി പോലീസിന്റെ മുഖത്ത് നോക്കി പറയാ, നിങ്ങളെ ഈ പണിക്ക് കൊള്ളില്ല, ഞങ്ങൾ പണി പഠിപ്പിച്ചു തരാമെന്ന്. കേരളത്തിലെ ഒട്ടുക്കും എല്ലാ മേഖലകളിലും ഈ കണ്ണൂരിൽ ഞങ്ങളുടെ ജില്ലാ വൈസ് പ്രസിഡന്റിന്റെ തലയ്ക്ക് നേരെ വളരെ മൃഗീയമായി ഇവരുടെ രക്ഷാപ്രവർത്തനം തുടങ്ങിയപ്പോഴാണ് യൂത്ത് കോൺഗ്രസ് തീരുമാനിക്കുന്നത് ക്ലിഫ് ഹൗസിൽ തിരിച്ചു കയറുന്ന അവസാനത്തെ ദിവസവും കരിങ്കൊടി കണ്ടു മാത്രമേ പിണറായി വിജയൻ കയറൂ എന്ന് തീരുമാനിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് കേരളം ഒട്ടുക്കും കരിങ്കൊടികൾ ഞങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്, ഇനി അത് തുടരുകയും ചെയ്യും. പക്ഷേ അതിനുള്ള ഒരു ആർജവം പോലും പിണറായി വിജയന്റെ മുഖത്തോട് മുഖം നോക്കി ഞാൻ ഇതിനു മുമ്പ് വരുന്നതിന് മുമ്പ് ഞങ്ങൾ എടുത്ത ഫോട്ടോ കളക്ഷൻ നോക്കിയാണെങ്കിൽ ഒരു 22 തവണയെങ്കിലും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഈ രക്ഷാപ്രവർത്തന സേനയെ അതിലംഘിച്ച്, ഈ പോലീസ് സേനയെ അതിലംഘിച്ച്, ഗൺമാനെ അതിലംഘിച്ച് മുഖത്തോട് മുഖം നോക്കി കരിങ്കൊടി കാണിച്ചിട്ടുണ്ട്. ഇന്നലെ പത്തനംതിട്ടയിൽ ഈ രക്ഷാപ്രവർത്തനം അത്ര മികച്ച രീതിയിൽ മുന്നോട്ട് പോയില്ല. അതിന് മറുപടി പറയാൻ ഒരു പക്ഷേ ഗണേശന് കഴിയുമെന്നാണ് തോന്നുന്നത്. ഗണേശൻ നേരത്തെ ഈ വസന്ത് ചോദിച്ച പോലെ ഗവർണർക്ക് സംരക്ഷണം ഒരുക്കാനും മുഖ്യമന്ത്രിയുടെ പ്രതിഷേധത്തിനും ഒക്കെ യുവമോർച്ചയും ABVPയും ഒക്കെ ഇറങ്ങിയാൽ കേരളത്തിന്റെ അവസ്ഥ എന്താകുമെന്നൊരു ചോദ്യം ചോദിച്ചിരുന്നു. അതിൽ ഇന്നലെ ചില ദൃശ്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ വളരെ വൈറലായിരുന്നു. മുഖ്യമന്ത്രിക്ക് ഞാൻ മനസ്സിലാക്കുന്നത് പത്തനംതിട്ടയിലാണ്, അവിടെ യുവമോർച്ച പ്രവർത്തകർ കരിങ്കൊടി കാണിക്കുന്നു. ഒരു എതിർപ്പ് കാണിക്കാതെ ഈ പറഞ്ഞ രക്ഷാപ്രവർത്തന ദൗത്യ സംഘത്തിന്റെ ഭാഗമായ ആളുകളൊക്കെ വളരെ വേഗം വണ്ടി ഓടിച്ചു പോകാനാണ് അവിടെ നിന്ന് ശ്രമിച്ചത്. സമാനമായ ഒരു സംരക്ഷണം യുവമോർച്ചയുടെ ഭാഗത്തുനിന്നും ABVPയുടെ ഭാഗത്തുനിന്നും ഒക്കെ ഗവർണർക്കും പ്രതീക്ഷിക്കേണ്ടതുണ്ടോ? അല്ല, അങ്ങനെയല്ല. ഇപ്പോൾ ഈ യുവമോർച്ച ഈ നവകേരള സദസ്സിലേക്ക് നടത്തിയ മാർച്ചയൊക്കെ അവിടെ രക്ഷാപ്രവർത്തന സേനയും അതേപോലെ തന്നെ മറ്റ് പോലീസ് സേനയും അതേപോലെ തന്നെ ഗൺമാന്മാരും ഒക്കെ ഉള്ള സ്ഥലത്ത് തന്നെയാണ് യുവമോർച്ച. ഇപ്പോൾ കോഴിക്കോട്ടായാലും അതുപോലെ തന്നെ തൃശ്ശൂരിലായാലും എറണാകുളത്തായാലും പെരുമ്പാവൂരിലായാലും ഇന്നലെ നമ്മുടെ പത്തനംതിട്ടയിലായാലും ഒക്കെ യുവമോർച്ചയൊക്കെ ഈ സമരം നടത്തിയത്. ഞങ്ങളെ അടിച്ചാൽ ഞങ്ങൾ തിരിച്ചടിക്കും, യാതൊരുവിധ സംശയവും ഇല്ല. അത് അങ്ങനെ രക്ഷാപ്രവർത്തന ആളുകൾക്ക് മേയാനുള്ള ആളുകളല്ല ഞങ്ങൾ എന്ന കാര്യം അവരോട് ഞങ്ങൾ ആദ്യമേ വ്യക്തമാക്കിയിട്ടുണ്ട്. അത് യാതൊരുവിധ സംശയവുമില്ല. പിന്നെ യൂത്ത് കോൺഗ്രസ്സുകാർ ഈ സമരം നടത്തുന്നത് എന്തിനാണെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. പലപ്പോഴും ഞാൻ അവരുടെ ജനാധിപത്യ സമരങ്ങളൊന്നും ഞാൻ കാണിക്കുന്നതിനൊന്നും ഞാൻ എതിർക്കുന്നില്ല. പക്ഷെ അവരെന്തിനാണ് സമരം ചെയ്യുന്നത്? പിണറായി വിജയൻ ഈ നവകേരള യാത്രയുമായി ബന്ധപ്പെട്ട് നവകേരള സദസ്സിൽ അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രസംഗങ്ങളിലും അദ്ദേഹം പറയുന്നത് നരേന്ദ്രമോദിക്കെതിരായിട്ടാണ്, നരേന്ദ്രമോദിയുടെ സർക്കാരിനെതിരായിട്ടാണ്, അതിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിക്കെതിരായിട്ടാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞിട്ട് എന്തായാലും പിണറായി വിജയൻ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് വരില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം പിണറായി വിജയൻ അങ്ങനെ ഒരു ഇതിനെത്തില്ല എന്ന്. പിണറായി വിജയന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആരെ മാറ്റിയിട്ടാണ്? നരേന്ദ്രമോദിയെ മാറ്റിയിട്ട് ആരെ പ്രധാനമന്ത്രി ആക്കണം എന്നാണ്
ഈ പിണറായി വിജയൻ പറയുന്നത് രാഹുൽ ഗാന്ധിയെ അല്ലേ, വേറെ ആരെയും അല്ലല്ലോ. രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാൻ വേണ്ടിയിട്ടല്ല ഈ നവകേരള സദസ്സ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ നവകേരള സദസ്സിലേക്ക് ഇവരെന്തിനാണ് മാർച്ച് നടത്തുന്നത് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. ഇവരുടെ എന്താ പറയുക, ഇവരുടെ യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരുടെ തല അടിച്ച് പൊളിച്ചതിലുള്ള പ്രതിഷേധമായിട്ടാണ്. ഓക്കെ, അല്ലാതെ ഇവരുടെ ഈ മുദ്രാവാക്യം എന്താണ് ഈ നവകേരള സദസ്സിന് ഈ പറ്റുന്നില്ലെങ്കിൽ ചാനൽ ചർച്ചയിൽ വന്നിരുന്ന് അസ്വസ്ഥപ്പെട്ടിട്ട് കാര്യമില്ല. നിങ്ങൾ ഞാൻ പറയട്ടെ അദ്ദേഹത്തിന് ഉത്തരം പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. അതായത് ഞാൻ പറയട്ടെ, അതെ ഒന്ന് പൂർത്തിയാക്കട്ടെ. വസന്ത്, താങ്കളിലേക്ക് തന്നെ മടങ്ങിയെത്താം. ഗണേഷ് ഒന്ന് പൂർത്തിയാക്കിക്കോട്ടെ, താങ്കളിലേക്ക് തന്നെ മടങ്ങിയെത്താം, ഒന്ന് പൂർത്തിയാക്കിക്കോട്ടെ. ഒരു ചർച്ച 2 മിനിറ്റ് തരിക, ഒന്നിന് ഉത്തരം പറയാൻ പറ്റില്ല. ഇല്ല, താങ്കളിലേക്ക് വരാം, താങ്കളിലേക്ക് തന്നെ മടങ്ങിയെത്താം. ഗണേഷ് ഒന്ന് പറഞ്ഞു പൂർത്തിയാക്കിക്കോട്ടെ, താങ്കൾക്ക് അതിന് മറുപടി അവസരം ഉണ്ടാവും തീർച്ചയായും. 12 ദിവസത്തെ സമരത്തെ അസഭ്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഉത്തരം പറഞ്ഞിട്ടേ പോകുകയുള്ളൂ. നവകേരള സദസ്സിലേക്ക് എന്റെ അതല്ല വിഷയം. ഗവർണർ ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ചോദിക്കണം. ശ്രീ വസന്ത്, അദ്ദേഹം ഒന്ന് ചോദിച്ച് പൂർത്തിയാക്കട്ടെ. താങ്കളിലേക്ക് മടങ്ങിയെത്താം, താങ്കൾക്ക് അവസരം തരും, ഒരു സംശയം വേണ്ട. നിങ്ങൾ ആ വിഷയം പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഞാൻ ആ വിഷയം പറഞ്ഞത്. അല്ലല്ല, ഈ ഇന്നത്തെ വിഷയത്തിന്റെ ശ്രദ്ധ മുഴുവൻ തിരിക്കുന്ന രീതിയിൽ ഈ ചർച്ചയെ മറ്റൊരു രീതിയിലേക്ക് കൊണ്ടുപോകുന്നത് ഗണേശ് CPM വേണ്ടി വന്നതാണോ? CPM ഔദ്യോഗിക പ്രതിനിധി ഇല്ലാത്തതുകൊണ്ട് വിഷയം എന്താണെന്നറിയാതെ ചർച്ചയ്ക്ക് വരുന്നവരൊക്കെ ഇവിടുന്ന് BJP എങ്ങനെ CPM വേണ്ടിയിട്ടാണോ കോൺഗ്രസിന് വേണ്ടിയിട്ടാണോ BJP ആണോ വേണ്ടി വിഷയം? നിങ്ങൾ ഈ സമരം ഇട്ടത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത്. വസന്ത്, താങ്കൾ തന്നെയാണ് നവകേരള സദസ്സിലേക്ക് നടന്ന മാർച്ചിനെ പറ്റി പരാമർശിച്ച് താങ്കൾ തന്നെയാണ് അതിന്റെ മറുപടിയാണ് ഗണേഷ് പറഞ്ഞത്. താങ്കൾക്ക് മറുപടി പറയാം. കേരള സദസ്സിലേക്ക് നടത്തിയ സമരം നടത്തിയപ്പോ നിങ്ങളുടെ സമരത്തെ എന്താണെന്നാ ചോദിച്ചത്? അല്ല, പറയാമെന്നേ, സമയം എന്താ പറഞ്ഞുതരാം, വഴങ്ങ്. നിങ്ങളോട് തന്നെയാ ചോദിച്ചത്, അല്ലാതെ ചോദിക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞത് നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ പ്രവർത്തകരുടെ തല അടിച്ചു പൊളിച്ചതിന്റെ പേരിലാണ് ഈ സമരം നടത്തുന്നതെങ്കിൽ ഓക്കെ. കാരണം നവകേരള സദസ്സിൽ എല്ലായിടത്തും, ഞാൻ കേട്ട പ്രസംഗത്തിൽ എല്ലായിടത്തും നരേന്ദ്രമോദിയെ താഴെ ഇറക്കണം എന്ന് തന്നെയാണ് പറയുന്നത്. ആ സർക്കാരിനെതിരെയാണ് പറയുന്നത്. ആ സർക്കാരിന്റെ സാമ്പത്തിക നയങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഈ രാഹുൽ ഗാന്ധിക്കെതിരെ എവിടെയോ അല്ലെങ്കിൽ കോൺഗ്രസിനെതിരെ എവിടെയോ പറയുന്നത് ഞാൻ കേട്ടില്ല. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. നിങ്ങൾ അവിടേക്ക് വസന്ത്, അദ്ദേഹത്തിന്റെ ചോദ്യം ഇതാണ്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഉത്തരം പറയാൻ സമയം പറഞ്ഞോളൂ. നിങ്ങൾ അതിർത്തി വിട്ടാൽ, കേരളം വിട്ടാൽ നേരത്തെ ഒരേ മുന്നണിയായിരുന്നപ്പോൾ കേരളത്തിലും അതേ മുന്നണി സംവിധാനമൊക്കെ വേണമെന്ന ചർച്ചയൊക്കെ സജീവമാകുന്നുണ്ട്. INDA മുന്നണിയുടെ അവസ്ഥ എന്താണ്? ഇതൊക്കെ ഒരു പ്രശ്നമാണ്. അല്ല, കേൾക്കൂ, ഇത്ര ഉള്ളു. അതായത് ഈ ചർച്ചയുടെ അതിർത്തി വിട്ടിപ്പോ പോയത് ഗണേശാണ്. ചർച്ചയുടെ വിഷയം എന്താണെന്ന് പഠിച്ചിട്ട് ചർച്ചയ്ക്ക് വരുന്നവരെ അടുത്ത ദിവസം തൊട്ട് ചർച്ചയിൽ വിളിച്ചാൽ ചർച്ച കുറച്ചുകൂടി ഗംഭീരമാണ്. അത് അവിടെ നിൽക്കട്ടെ. 2, അദ്ദേഹം പറഞ്ഞത് നരേന്ദ്രമോദിക്കെതിരെയാണ് ഈ പറയുന്ന നവകേരള സദസ്സിൽ മുഴുവൻ പ്രസംഗിക്കുന്നത്. എന്റെ പൊന്ന് ഗണേശ്, ആ നിർമ്മലാ സീതാരാമൻ തിരുവനന്തപുരത്ത് ഒരു പ്രസംഗം നടത്തിയ അന്നത്തെ ദിവസമല്ലാതെ പിണറായി വിജയൻ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു പത്രസമ്മേളനത്തിൽ പോലും നിങ്ങളുടെ കേന്ദ്ര ഗവൺമെന്റിനെതിരെ സംസാരിച്ചിട്ടില്ല. കമ എന്നൊരു അക്ഷരം മിണ്ടിയിട്ടില്ല. മനസ്സിലായോ? കമ എന്നൊരു അക്ഷരം മിണ്ടിയിട്ടില്ല. ഞാൻ അങ്ങേ വെല്ലുവിളിക്കുക. 2, ഇനിയും നിങ്ങളുടെ നരേന്ദ്രമോദിക്കും അദ്ദേഹത്തിന്റെ ഗവൺമെന്റിനുമെതിരെയാണ് ഈ നവകേരള സദസ്സ് നടക്കുന്നതെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് പിണറായി വിജയന്റെ പ്രസംഗങ്ങൾ മുഴുവൻ ഇല്ലാ വചനങ്ങൾ നിങ്ങളുടെ കേന്ദ്ര ഗവൺമെന്റിനെതിരെയാണ് നടത്തുന്നതെങ്കിൽ നിങ്ങളുടെ വിദ്യാർത്ഥി പ്രസ്ഥാനം എന്താണ് ABVP, നിങ്ങളുടെ യുവജന സംഘടന എന്താണ് യുവമോർച്ച, ഇവരൊക്കെ ഈ എന്താണ് നിങ്ങൾ മാരാർജി ഭവനിൽ ചായയും കുടിച്ചിരിക്കുകയാണോ? പിണറായി വിജയന് നേരെ ഒരു കരിങ്കൊടി കാണിക്കാൻ, പിണറായി വിജയന് നേരെ ഒരു മുദ്രാവാക്യം വിളിക്കാൻ, ഒരു സമരം നടത്താൻ, കോടതിയിൽ കേസുമായി പോവാൻ, മനുഷ്യാവകാശ സംഘടനയെ ബന്ധപ്പെടാൻ, സമരത്തിന്റെ മുദ്രാവാക്യങ്ങൾ മുഴക്കാൻ യുവമോർച്ചയ്ക്ക് കഴിയുന്നില്ലല്ലോ. അപ്പൊ നിങ്ങൾ എവിടെയാണ്? അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ആ പണി ഞങ്ങളെ പഠിപ്പിക്കണ്ട. 2, യൂത്ത് കോൺഗ്രസിന്റെ സമരം എന്തുമായി ബന്ധപ്പെട്ടാണ് എന്ന് ചോദിച്ചാൽ CAG റിപ്പോർട്ട് പ്രകാരം 75,000 കോടി രൂപ പിടിച്ചെടുക്കാനുള്ള ഇതേ സംസ്ഥാന ഗവൺമെന്റ് അതിൽ 612 കോടി രൂപ ബാർ മുതലാളിമാരിൽ നിന്ന് പിരിച്ചെടുക്കാനുള്ളിടത്ത് അതേ ബാർ മുതലാളിമാരെ സ്പോൺസർ ആക്കിക്കൊണ്ട് നവകേരള യാത്ര എന്ന പേരിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള CPM രാഷ്ട്രീയ ജാഥ സംസ്ഥാന ഗവൺമെന്റിൽ നിന്ന്, സംസ്ഥാന ഖജനാവിൽ നിന്ന് എന്റെയും ഗണേഷിന്റെയും ശ്രീജിത്ത് മണിക്കറിന്റെയും MJയുടെയും ഒക്കെ പണം എടുത്തുകൊണ്ട് നടത്തുന്ന രാഷ്ട്രീയ വിവരമില്ലായ്മയെ, രാഷ്ട്രീയ ആഭാസത്തെ എതിർക്കാൻ വേണ്ടിയാണ് യൂത്ത് കോൺഗ്രസ് ആദ്യം സമരം പ്രഖ്യാപിക്കുന്നത്. 2ാമത് ഞങ്ങളുടെ ജില്ലാ വൈസ് പ്രസിഡന്റ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ആദ്യം ഞങ്ങളുടെ ജില്ലാ വൈസ് പ്രസിഡന്റിന് നേരെ ഇതുപോലൊരു രക്ഷാപ്രവർത്തനം എന്ന പേരിൽ ഒരു ആഭാസം കാണിച്ചപ്പോൾ കൈയും കെട്ടി നോക്കി നിൽക്കാൻ ഞങ്ങളുടെ യുവജന സംഘടനയുടെ പേര് യുവമോർച്ച എന്നല്ലാത്തതിനാൽ ഞങ്ങൾക്ക് തീർച്ചയായും അതിനെ തെരുവിൽ നേരിടാനുള്ള സംഘടനാ സംവിധാനം ഉള്ളത് കൊണ്ട് ഞങ്ങൾ വളരെ കൃത്യമായി
പിണറായി വിജയൻ അവസാന ദിവസം ക്ലിഫ് ഹൗസിൽ കയറുന്നത് യൂത്ത് കോൺഗ്രസിന്റെ കരിങ്കൊടി കണ്ടു തന്നെ ആയിരിക്കും എന്ന് പ്രഖ്യാപിച്ചു. ആ സമരവുമായി ഞങ്ങൾ മുമ്പോട്ട് പോയി. അല്ലാതെ അതല്ലല്ലോ ഇവിടുത്തെ വിഷയം. ഇവിടുത്തെ വിഷയം ഗവർണറും അല്ലെങ്കിൽ ഗവർണർ ഓർ ചാൻസലർ വേഴ്സസ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഓർ വേഴ്സസ് SFI എന്നുള്ളതാണല്ലോ. അപ്പോൾ ഈ വിഷയത്തിൽ നിന്ന് വളരെ കൃത്യമായി വിഷയം തെറ്റിദ്ധരിപ്പിക്കുന്നതിൽ ഗണേഷ് എടുക്കുന്ന ഒരു എന്താ പറയുന്ന ആർജവം, ഒരു ഊർജം, അത് CPM-ന് വേണ്ടിയുള്ള വിടുപണിയാണ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതിന് മറുപടി എന്തായാലും ഗണേഷ് തന്നെ പറയും. ഗണേഷിലേക്ക് മടങ്ങിയെത്താം. അതിന് മുമ്പ് ഒരു ഇടവേള അനിവാര്യമാണ്. വളരെ വേഗം ഇടവേളയിലേക്ക് പോയി ഗണേഷിൻ്റെ മറുപടി പ്രതീക്ഷിക്കുന്നുണ്ട്. അതിലേക്ക് മടങ്ങിയെത്താം.